ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ചൊല്ലുടെ കനിക്കത്തെ സ്വലാത്ത്, ആ സ്വലാത്ത് അതിൻ്റെ വാർഷിക ആചരണ അതിരൊട്ടിಗೆ നടത്തപ്പെടുற കനിക്കത്തെ വഅദ് കാര്യക്രമമായിട്ടിക്കണം. ഇന്ന് ലോകത്തിൽ എല്ലാ ഭാഗത്തിലും വലിയ ചർച്ചാ വിഷയ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടായിട്ടിക്കട്. ഓരോ നാളും ഓരോ ആളുമാറും പല ആളുമാറും ജീവന നടത്തരമേ ഇസ്ലാമിനെ വിമർശിച്ചിട്ടും ഇസ്ലാമിനെ ആക്ഷേപിച്ചിട്ട് ബണ്ട കനിക്കത്തെ വറമാനത്തിൽ നിന്നിട്ട് ഇസ്ലാമിനെ വിമർശിച്ചിട്ടും ഇസ്ലാമിനെ ആക്ഷേപിച്ചിട്ടാകുമ്പോൾ കിട്ടര കനിക്കത്തെ വറമാന യന്ത്രം ഉണ്ടാ. അതിൽ നിന്ന് ജീവന നടത്തര കനിക്കത്തെ എത്രയോ ആളുമാറുള്ളാർ ഈ സമാജത്തിൽ. അഥവാ നല്ല സുന്ദരമായ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ പ്രജാപ്രഭുത്വ ദേശമായ ഈ ഭാരത ಜಾತ್ಯತೀತ ನಿಲುವುಳು ಈ ಜಗತ್ತುಗೆ ಸುಂದರമായ ആശയത്തെ കാട്ടിക്കൊടുത്ത കനിക്കത്തെ ഈ ദേശത്തിൽ ജീവന നടത്തര കനിക്കത്തെ എല്ലാ സമുദായത്തെ ജാതിരെ ആളുമാർ ജീവന നടത്തുമ്പോഴത്തേക്കു അങ്ങനെ നടുಲು പരസ്പര വിഷത്തെ ബീജത്തെ ಬಿತ್ತಿಟ್ಟು ಹಿಂದೂ ಮುಸ್ಲಿಂ ಕ್ರೈಸ್ತರು ಜೈನರು അഥവാ ബൗദ്ധರು സിഖರು ചൊല്ലക്കനിക്കത്തെ ഭേദഭാവത്തെ പരസ്പരം മൂടിച്ചിട്ട് എന്തെങ്കിലും ഒരു ദുനിയാവുടെ താൽക്കാലികമായ നൈമിഷികമായ ലാഭത്തിന് വേണ്ടിയിട്ട് ദുനിയാവുടെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് അഥവാ ദുനിയാവിലുള്ള കനിക്കത്തെ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് ഇത്ര വലിയ ഒരു ഷഡ്യന്ത്ര കുതന്ത്രാക്കിയിട്ട് സുന്ദരമായ ഈ ഒരു ദേശത്തിൽ പരസ്പര എലങ്ങമൂത്തങ്ങളെ നിലക്ക് ജീവന നടത്തിക്കൊണ്ടിരുന്ന കനിക്കത്തെ ഇതര പരസ്പര സമുദായ ಬೇರೆ ಬೇರೆ സമുദായത്തെ ആൾമാർ പരസ്പര കടിച്ചുപൂളുടെ കനിക്ക് ഒരാളുടെ പിന്നൊരാൾ നോക്കിയെങ്കിലും ആവാത്ത ഒരു നിലക്കുള്ള പൈശാചികമായ അവർ മനസ്ഥിതിയുടെ നിർമ്മാണാക്കുന്ന വിഷയത്തിൽ ചില രാജകീയത്തെ കുബുദ്ധിങ്ങ ഇന്ന് സഫലരായിടാർ. പക്ഷെ ഇസ്ലാം എവിടെയും അക്രമത്തെ, അനൈതികത്തെ, അധർമ്മത്തെ, അധാർമികതരെ, ഹിംസരെ, അന്യായത്തെ പ്രോത്സാഹിക്കില്ല. എവിടെയും ശാന്തിക്ക് എതിരായിട്ട്, സൗഹാർദ്ദതയ്ക്ക് എതിരായിട്ട്, ന്യായത്തിന് എതിരായിട്ട് ഒരു കാര്യത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കില്ല. അത് ഏറ്റവും സ്പഷ്ടമായ നിദർശനമാണ്. ഓരോ മുഅ്മിനായ മനുഷ്യർക്കും അത് ഗൊന്തിക്കണം ഈ നിലപാട്. ഇസ്ലാമിയുടെ ഈ ഒരു ആദർശ, ഇസ്ലാമിയുടെ ഈ ഒരു ആശയ ഓരോ ആണുകും ഓരോ പെണ്ണുകും ഓരോ മുസ്ലിമുകും സ്പഷ്ടമായിട്ടും ഗൊന്തിക്കണം. അന്യായത്തെ എവിടെയും ഇസ്ലാം പ്രോത്സാഹിക്കില്ല, ഹിംസയുടെ എവിടെയും ഇസ്ലാം പ്രചോദനാക്കില്ല, അധർമ്മത്തെ ഇസ്ലാം എവിടെയും ആളുമാരൊട്ടിಗೆ ഇസ്ലാം ചൊന്നുകൊടുക്കില്ല. അത് മറക്കാണ്ടിക്കൊണുക വേണ്ടി ഓരോ വാരവും ഞങ്ങളെ ഇസ്ലാം ഓർമ്മപ്പെടുത്തരു. സുന്നത്ത് ജമാഅത്തിലെ എല്ലാ പള്ളിയിലും ബേസ് കട്ട് മൺപ്ലേ ഷാർപ്പ് മൺപ്ലേ സുന്നത്ത് ജമാഅത്തിലെ എല്ലാ പള്ളിയിലും ഇണ്ട് എവിടെയുള്ള പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിലെ ആദർശത്തിൽ ജീവിക്കര കനിക്കത്തെ മഹലുണ്ട. ആ മഹലിൽ ഓതര കനിക്കത്തെ ഓരോ ബലിയാസര ഖുതുബത്തിൽ പോലും അവസാനം ആ 2 ഖുതുബ കഴിഞ്ഞിട്ട് ഖതീബ് മിമ്പറിന്റെ കീഴിൽ ഇലിയുമ്പത്തുകു ഓതര കനിക്കത്തെ ഒരു പളക്ക ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കനിക്കത്തെ ഒരു സന്ദേശ. ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവിന്റെ ദാസരെ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഈ ഒരു സന്ദേശമയ്യാവൂ. ഇസ്ലാം അന്യായത്തെ പ്രോത്സാഹിക്കില്ല, അനൈതികതരെ, ധർമ്മത്തിന് എതിരാവിടെ പരസ്പര പൈശാചികമായ മനസ്ഥിതിയിൽ ജീവിച്ചിട്ട് ഇത്തരം സമുദായത്തെ സ്വന്തം സമുദായത്തെ ആളുമാരമ ആക്രമിക്കടെതിരെ ഇസ്ലാം എവിടെയും പ്രോത്സാഹിക്കില്ല ചൊല്ലേ സന്ദേശത്തെ മനസ്സിലാക്കണം. ഈ ഒരു നിദർശനം മാത്രമയ്യാവൂ. എന്തിനവിടെ ചൊല്ലേ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഇണ്ടും ജുമുഅത്തെ ബലിയാസരണ്ട് ഓരോ പള്ളിയിലും ഭയോത്പാദനരെ പടിപ്പാട്ട് ചൊന്നിട്ട് അപവാദാക്കടെ അപാർത്ത ഈ സമാജത്തെ തപ്പു കൽപ്പന ഒളപ്പെടുത്തിയിട്ട് ഇസ്ലാമിയുടെ ಬಗ್ಗೆ തപ്പു സന്ദേശത്തെ കൊടുത്തേക്ക് എനിക്ക് ഒരുപാട് ആളുമാറുള്ള. ഈ അടുത്ത് ഞങ്ങൾ കേട്ട
അള്ളാഹുടെ ഓരോ പള്ളിയിലെ മിനാരത്തിൽ പോലും കേക്കിടക്ക് എനിക്കത് സുന്ദരമായ ബാങ്കട് വിളി. നിസ്കാരത്തെ ടൈം ಐತು ചൊല്ലേക്ക് എനിക്ക് ദൈവൊരു സന്ദേശ. നിസ്കാരത്തെ വഖ്തೈತು ഇതാ ളുഹുർ നിസ്കരിക്കൊണുകു അഥവാ അസുർ നിസ്കരിക്കൊണുകു മഗ്രിബ് നിസ്കാരത്തെ സമയം പ്രവേശനೈತು ചൊല്ലെ സന്ദേശത്തെ ആ മഹലിലുള്ള എല്ലാ ആളുമാർക്കും എത്തുപാട്ടി കൊടുക്കൊണുകുള്ള കനികത്തെ അള്ളാഹുടെ റസൂൽ കാട്ടി തന്ന കനികത്തെ വ്യവസ്ഥിതമായ ഈ ഒരു ബാങ്ക് 1400 വർഷം ചില്ലാനത്തോളം അതിന്റെ ಬಗ್ಗೆ ഒരു വിമർശനയും ഒരു പ്രശ്നയും ഒരു ഗുൽമാലും ഒരു ശബ്ദകോലാഹല ഇന്നില്ലെങ്കിലും ഈ അടുത്ത കാലത്തിൽ ചില ആളുമാർ ആ സന്ദേശത്തെ അർത്ഥം എന്തിനായിട്ട് പോലും അറിയാണ്ട് മുസ്ലിം അല്ലാത്ത ആളുമാരെ കൊല്ലുണുകു വേണ്ടിയിട്ട് ഓരോ പള്ളിയിലെ മിനാരത്തിലുള്ള ബാങ്കയുടെ ആ സ്പീക്കറിൽ എല്ലാവർക്കും കേക്കിട രൂപത്തിൽ ചൊല്ലുടെ മുസ്ലിം അല്ലാത്ത ആളുമാരെ കൊല്ലോറു ചൊന്നിട്ടായിട്ടിക്കിടേണ്ടിട്ട് ഈ സമാജത്തെ തപ്പു കൽപ്പനകൊളപ്പെടുത്തിയാർ. യഥാർത്ഥത്തിൽ ബാങ്കയുടെ അർത്ഥം കൊന്തുള്ള ഒരാളങ്ങനെ ചൊല്ലുള്ളേ. ബാങ്കയുടെ അർത്ഥം എന്തിനെ? അള്ളാഹു അക്ബർ ഞങ്ങൾ ആരാധിക്കടെ കനിക്കത്തെ അള്ളാഹു ഇലാഹ് അള്ളാഹു ആയിട്ടിക്കട വലിയ ആള്. അത് ഓരോ ധർമ്മത്തെ ആളുമാരെ ഏത് ധർമ്മത്തിൽ പെട്ട ആളുമാരും അങ്ങ് ആരാധിക്കടെ ആരാധ്യ ദൈവ ആ ദൈവ എല്ലാത്തെ കാണ വലിയ ശക്തിയുള്ളത് ചൊല്ല വിശ്വാസം അങ്ങനെ ധാർമ്മിക വിശ്വാസമാണ്. ആ വിശ്വാസം ഇന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ സ്വന്തം ധർമ്മത്തിൽ അങ്ങ് ഒരു ബലയിക്കില്ലല്ലേ. ആ വിശ്വാസം ഇന്നില്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കട അള്ളാഹു എല്ലാത്തക്കാന കടിവുള്ള ആള്. ഹിന്ദു സഹോദരന്മാർ ആരാധിക്കട ദൈവങ്ങൾ എല്ലാത്തക്കാന കടിവുള്ളത് ചൊല്ല വിശ്വാസം അങ്ങിന്നില്ലെങ്കിൽ ക്രൈസ്തവ സഹോദരന്മാർ ആരാധിക്കട കനിക്കത് ദൈവങ്ങൾ എല്ലാത്തക്കാന ശക്തിയുള്ളത് സാമർഥ്യമുള്ളത് ചൊല്ല വിശ്വാസം അങ്ങിന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ ധർമ്മത്തിൽ അങ്ങുള്ള വിശ്വാസത്തിന് എന്തിന് വിലയുണ്ടു? അപ്പൊ ഈ വിശ്വാസം മുസ്ലിമീങ്ങൾക്കുള്ള വിശ്വാസം ആ ഒരു ബാങ്കയുടെ ശബ്ദത്തെ പോലും അപാർത്ഥപ്പെടുത്തിയിട്ട് അതൊക്കെ തപ്പായ അർത്ഥം കൊടുത്തിട്ടു സമാജത്തെ പാവപ്പെട്ട ഒരുപാട് സഹോദരന്മാരെ തപ്പു കൽപ്പന ഗുണപ്പെടുത്തിയിട്ട് മുസ്ലിമീങ്ങളെ കാണുമ്പോൾ ശത്രുങ്ങളെ പോലെ കാണണോ ചൊല്ല കനികത്തെ ഒരു പൈശാചികമായ മനസ്ഥിതിരെ ഈ സമാജത്തിൽ സ്പ്രെഡ് ആക്കുമ്പോത്തുകൂ അള്ളാഹുടെ പരിശുദ്ധ ദീനായ ഇസ്ലാം ആ ഇസ്ലാമിൽ ഇണ്ടും ഓരോ പള്ളിയിലും ഓരോ ബലിയാസരണ്ട് ഖുതുബ ഓതിയിട്ട് അവസാനം ഖുതുബ തീരുമ്പോത്തുകൂ ചൊല്ലോടോ ഇബാദല്ലാഹ് അല്ലാഹുടെ അടിമകള് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി അല്ലാഹു ന്യായ വ്യവസ്ഥയെ നിങ്ങൾക്ക് നിർബന്ധമാക്കടാ. എവിടം അന്യായവണുകുതീറ ഏത് ജാഗലും അന്യായത്തെ പ്രോത്സാഹക്കൊണുകുതീറ അല്ലാഹു ന്യായ വ്യവസ്ഥയെ നിങ്ങൾക്ക് നിർബന്ധമാക്കി തണ്ട. പരസ്പര ന്യായ മുഖാന്തരമേ ആയിട്ടിക്കോണു. അത് നിന്റെ കുടുംബത്തിലായെങ്കിൽ നിന്റെ നിരക്കരലായെങ്കിൽ നിന്റെ ചങ്ങായിമാരെ നടുലായെങ്കിൽ നിന്റെ റായത്തിലായെങ്കിൽ നിന്റെ സമുദായത്തിലല്ല ഇതര സമുദായത്തെ ആളുമാരെ നടുല് പോലും ന്യായ തപ്പിട്ടുള്ള ഒരു വിഷയവും മുസ്ലിമുക പാടില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി അല്ലാഹു ന്യായ വ്യവസ്ഥയെ നിങ്ങൾക്ക് നിർബന്ധമാക്കിടാ. ഇത് പടിപാഠ്യ നേതാവായ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിൽ എല്ലാത്തക്കാനയാറാ ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണ യാര പിർസാക്കൊണു ഞങ്ങൾക്ക് ആരുമില്ലല്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണ യാര മഹബത്ത് പിന്നെ ഒരാളട്ടിക ഒരു മുസ്ലിമുക പണ്ട് കണ്ടെങ്കിൽ അവന്റെ ഈമാൻ പരിപൂർണമല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എത്ര വലിയ സ്ഥാനമാനമാണ് അല്ലാഹുവിന്റെ റസൂലുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഊടെ സ്വാഗതം ചൊല്ലുമ്പത്തുകൂ അല്ലാഹുവിന്റെ റസൂലിട്ടിക മഹബത്തിന് ഒരു സ്വഹാബി നബി തങ്ങളെ കാണാത്ത കനികന്റെ സന്ദർഭത്തിൽ മനസ്സുകായ ബേജാറ് പോയി ചൊല്ലുമ്പത്തുകൂ അല്ലാഹുവിന്റെ റസൂലിട്ടിക പോയി ചൊല്ലുമ്പത്തുകൂ ആ സ്വഹാബിക പരിഹാരമായിട്ട് ഇറങ്ങ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിയത് ഈ സദസ്സിൽ ഓതില്ല മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂലിട്ടിക മഹബത്ത് വെച്ച ആളുമാര് നബി തങ്ങളൊട്ടിക പിരിസകാട്ടി ആളുമാര് അത് അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികളായിട്ടില്ലെങ്കിൽ പോലും അഥവാ ഏതൊരു മുസ്ലിമാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ കാണ യാര വേറെ എന്തുമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എന്തും ആക്കൊണുക തയ്യാറാണ്. അതല്ലേ ബദർ രണാങ്കണത്ത് സ്വഹാബത്ത് പോരാടുക വേണ്ടി തയ്യാറാണ്.
മാറാമത്തുകൂ. യുദ്ധം അനിവാര്യമായ ഒരു സന്ദർഭത്തില് ഒരു യുദ്ധം ആക്കുണുക വേണ്ടി പോയ ആളുമാരല്ല സ്വഹാബിക. പക്ഷെ അങ്ങനെ മുന്നുള്ള വേറെ മാർഗമില്ലാണ്ടായി പോയിട്ട് യുദ്ധം ചെയ്യാണ്ട് മടങ്ങുകാവാത്ത ഒരു അസദ്ധിന്റെ പരിസ്ഥിതി നിർമ്മാണമായി പോയിട്ട് സുബ്ഹാനല്ലാഹ് സ്വഹാബത്തക രണ്ടാമത്തെ ഒരു തെരുവില്ല. മക്കത്തെ ന്യായറച്ചില്ലാന മുശ്രിക്കീങ്ങള് എല്ലാം നിലക്കുള്ള ആയുധങ്ങളുമായിട്ട് സർവസന്നദ്ധമായിട്ടൊരു വലിയ ഒരു യുദ്ധത്തിന് തയ്യാറായി വന്ന വലിയ ഒരു സൈന്യത്തെ നേരിടണു. പക്ഷെ സ്വഹാബത്ത് നിരായുധരാണ്. 300 ചില്ലാര ആളുമാര മാത്രമുള്ളതാണ്. കയ്യിലൊരു ആയുധവും ഇല്ല. കാലുക ധരിക്കണുക പോലും സമത്തെ ഒരു ചെരുപ്പ് പോലും ഇല്ല. അതെല്ലാത്ത കാണമേല് പരിശുദ്ധ റമദാനാണ്. റമദാന്റെ 16 നാള് നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പ് പിടിക്കണ കത്താളത്തേക്ക് ഉണങ്ങിയ കാരക്കമായി പളമാ തന്നിയല്ലാത്ത വേറെന്തുമില്ല. എന്നിട്ട് നോമ്പ് തുറക്കൊടുക പോലും കാരക്കമായി പളമാ തന്നിയല്ലാത്ത വേറെന്തുമില്ല. ആ നിലക്കുള്ള ഭക്ഷണത്തില് 16 നാള് നോമ്പ് പിടിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് ആ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂല മുഖാന്തര പോയിട്ട് വലിയ ഒരു സൈന്യത്തെ നേരിടാനായ ഒരു അനിവാര്യമായ സന്ദർഭം വന്ന സമയത്തില് പരിശുദ്ധ റമദാന്റെ ഒരു 17ാമത്തെ നാളിന് വലിയ അവസരമുണ്ട്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ആയിര ചില്ലാര പണ്ട് സർവ്വസന്നദ്ധവുമായി ആയുധങ്ങളുടെ സന്നദ്ധമായി വന്ന വലിയ ഒരു സൈന്യത്തെ നേരിടാനായി വന്നപ്പോ സ്വഹാബത്തിന്റെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം അല്ലാഹുവിനൊട്ടുകൊള്ള അചലമായ വിശ്വാസമാണ്, ഈമാനാണ് മുസ്ലിം. അതല്ലാതെ രണ്ടാമത്തെ ആയുധ സ്വഹാബത്തിന്റെ കയ്യിലില്ല. ആ സമയത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ കേൾക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീരിക്കട് ഈ സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വന്നതല്ല. അതും ആയിര ചില്ലാര ആളുമാർ വലിയ ഒരു സൈന്യത്തെ നേരിടണു. അങ്ങോട്ട് എല്ലാ തരത്തെ ആയുധങ്ങളുണ്ട്. 700 വണ്ടയുണ്ട്. 700 വണ്ടയുള്ള കനിക്കത്തെ ഒരു സൈന്യ, 100 കാണയാറ കുതിരകളുള്ള ഒരു സൈന്യ, അബൂജഹലുടെ പോലത്തെ ആളുമാർ നേതൃത്വം കൊടുക്കുന്ന സൈന്യ, ഉതുബത്തിനെ പോലത്തെ, വലീദിനെ പോലത്തെ, ശൈബത്തിനെ പോലത്തെ ഘട്ടാനുഘട്ടി നേതാക്കന്മാർ യുദ്ധത്തെ എല്ലാ കൗശല്യങ്ങളും തന്ത്രങ്ങളും അറിഞ്ഞ കനിക്കത്തെ ഘട്ടാനുഘട്ടി നേതാക്കന്മാർ അങ്ങനെ എതിരുള്ള പോരാടുന്നു. നന്റെ സൈന്യമീത്ത് തയ്യാറായില്ലെങ്കിൽ ചൊന്നോട്ടു അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിಗೆ ചൊല്ലോടു, സ്വഹാബ ആ ഒരു സൈന്യത്തെ നേരിടാനായ ഒരു സന്ദർഭം ഇത് ഞങ്ങൾ എതിർക്ക് വന്നു പോയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തൊരു സ്വഹാബ? ഈമാനുള്ള ഓരോ മുസ്ലിമീങ്ങളും ആലോചനാക്കുന്ന വിഷയമാണ്. ഈമാനുള്ള കരബലി പരിസരത്തിലുള്ള എൻ്റെ സഹോദരന്മാർ, ഈമാനുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ശരീഅത്തിനെ അനുസരിച്ച് ജീവിക്കണായ ഞങ്ങ അല്ലാഹ് ഞങ്ങൾക്ക് നിർബന്ധമാക്കി കാട്ടി തന്നെ തെരുടെ ഈ മാർഗത്തിൽ പിൻപറ്റി ജീവിക്കണായ ഞങ്ങ ഇസ്ലാമിന്റെ ഒരു ആവശ്യകത പറമ്പത്തുകൂ, അല്ലാഹുവിന്റെ ഒരു ആവശ്യകത പറമ്പത്തുകൂ, അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു വിഷയം പറമ്പത്തുകൂ, അല്ലാഹുവിന്റെ പള്ളിയുടെ ഒരു വിഷയം പറമ്പത്തുകൂ, അല്ലാഹുവിന്റെ പള്ളിയുടെ സംരക്ഷണയുടെ ജവാബ്ദാരി ഏറ്റെടുത്തിട്ട് ഞങ്ങളെ അസ്തിത്വത്തെ ഒരു വിഷയം പറമ്പത്തുകൂ. ഞങ്ങൾ ഏത് രൂപത്തിൽ നിൽക്കണോട്ടൊന്ന് കേൾക്കണ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുമ്പോഴത്തേക്കോ ആ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിട്ടിಗೆ ചൊല്ലൂടെ, യാ റസൂലല്ലാഹ് ഞങ്ങൾ മീത്ത് യുദ്ധത്തിൽ നിന്ന് പിറകെ ചാറുവാട്ട് അല്ലാഹുവിന്റെ റസൂൽ ബേരിക്കടാറ നബിയേ. അല്ലാഹുവിന്റെ റസൂലിട്ടിಗೆ സ്വഹാബത്ത് കേൾക്കടേ. ബഹുമാനപ്പെട്ട അൻസ്വാരികളെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കേൾക്കടേ, യാ റസൂലല്ലാഹ് ഇങ്ങനത്തെ ഒരു സൈന്യത്തെ നേരിടണുകാവാണ്ട് യുദ്ധത്തിൽ ഞങ്ങൾ പിറകു ചാറുവാണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഉപേരിക്കടാറാ നബിയേ. അല്ലാഹുവിന്റെ റസൂലുമീത്ത് വലിയ ഒരു ആഴമായ കടലുക്ക് പോയിട്ട് ഞങ്ങളെ മുന്നൊല്ലു നിപ്പാട്ടിട്ട് ആ കടലേക്ക് ഞങ്ങൾ എല്ലാവരും മുങ്ങിട്ട് മരിക്കും
മരിക്കോറു ചൊന്നെങ്കിൽ പോലും ഞങ്ങ മുങ്ങി മരിക്കട നബിയേ. അല്ലാഹുവിന്റെ റസൂലെ കാണ അപ്പറ ഞങ്ങൾക്ക് എന്തുമില്ല നബിയേ. മരിക്കൊണുകു ചൊന്നെങ്കിൽ പോലും ഞങ്ങ മരിക്കൊണുകു തയ്യാറാണ്. എന്തൊരു ഈമാന് മുസ്ലിം. അങ്ങനത്തെ സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂലെ എതിരളിക്കുമ്പൊത്തുകോ നബി തങ്ങളെ ചോദ്യം ചെയ്യണുകോ, അല്ലാഹുവിന്റെ റസൂലെ എതിർക്കൊണുകോ, അല്ലാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം കൊണ്ടുവന്നെങ്കിൽ അതിനെ എതിർക്കൊണുകോ, അഥവാ ആ തീരുമാനത്തെ പ്രശ്നക്കൊണുകോ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്ത് നിൽക്കൊണുകോ, ഒരേ ഒരു സ്വഹാബിയില്ല. അങ്ങനത്തെ ഈമാനുള്ള സ്വഹാബത്തിന് നടുവിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലോടു, സ്വഹാബ അല്ലാഹു ന്യായത്തെ വ്യവസ്ഥയെ ഞങ്ങൾ നിർബന്ധമാക്കിട. അന്യായമായ മാർഗത്തിലൊരു മുസ്ലിമുടെ ജീവന ഇക്കൊണുകു തീറ. ന്യായത്തിന് എതിരായ ഒരു ജീവന മുസ്ലിമുകു പാടില്ല. അല്ലാഹുവിന്റെ ദീനുകും ഹക്കുകും ന്യായത്തിന് എതിരായ ഒരേ ഒരു തീരുമാന പാടില്ല സ്വഹാബ. വല്ലാഹി നന്റെ മോള് ഫാത്തിമ, വല്ലാഹി നന്റെ മോള് ഫാത്തിമയുടെ ഭാഗത്തിൽ തപ്പ് വന്നെങ്കിൽ പോലും, നന്റെ ഭാഗത്തിൽ നന്റെ മോള് ഫാത്തിമയുടെ ഭാഗത്തിലൊരു തപ്പ് വന്നെങ്കിൽ പോലും, അഥവാ നന്റെ മോള് മീത്തൊരു കള്ളതന നടത്തിയെങ്കിൽ പോലും, വല്ലാഹി നന്റെ മോള് ഫാത്തിമയുടെ ഭാഗത്തിലൊരു കള്ളതന നടന്നെങ്കിൽ പോലും, ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിന്റെ മോളല്ലേ ചൊല്ലെ പരിഗണന ഇല്ല. നന്റെ മോള് ഫാത്തിമയുടെ കൈനാണ് കൊത്തുവ സ്വഹാബ. എന്തൊരു ന്യായമാണ് പെണ്ണിങ്ങടെ, എന്തൊരു നീതിയാണ് പരിശുദ്ധ ഇസ്ലാമുലു, എന്തൊരു ന്യായ വ്യവസ്ഥയാണ് പരിശുദ്ധ ഇസ്ലാമുലു. ഈ ഒരു ന്യായ വ്യവസ്ഥയെ കണ്ടിട്ട്, ഈ ഒരു നീതിനെ കണ്ടിട്ട്, ഈ ഒരു ധാർമ്മിക ബോധത്തെ കണ്ടിട്ട് എത്രയോ ആ മുസ്ലിമി ഒരു ഇസ്ലാമിയത്തിന്റെ എവിടം കണ്ടോണ്ടില്ല. ഇസ്ലാമിയത്തെ നശിച്ചോണ്ടുണ്ട്, അസ്തമിച്ചോണ്ടുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാന്റെ ഒരു തിങ്കൾ, ഈ ഒരു തിങ്കളിലെ നോമ്പ് അല്ലാഹു ഞങ്ങൾക്ക് നിർബന്ധമാക്കി. എന്തുക വേണ്ടി അല്ലാഹു നോമ്പിടെ നിർബന്ധമാക്കി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുടെ സൂക്ഷിക്കുന്ന ആളുമാറാവുക വേണ്ടിയിട്ട്. അല്ലാഹുടെ സൂക്ഷിക്കുന്ന ആളുമാറു ചെന്നെങ്കിൽ ಶಾರ್ಪಡುಂಡಾ ಡಿಲೇ ಕಟ್ಟುವಂತಾರ ಬೇಸ್ ಕಟ್ಟುವಂತಾರ ಕಟ್ಟುವಂತಲ್ಲ ಬೇಸ್ അള്ളാഹുടെ സൂക്ഷിക്കരെ തഖ്വ ചെയ്തേ ചൊന്നെങ്കിൽ തഖ്വ ഉള്ള ആളുമാറാവണക്ക് വേണ്ടിയിട്ട് അള്ളാഹു നോമ്പിടെ നിർബന്ധമാക്കി. തഖ്വ ഉള്ള ആളുമാർ ചൊന്നെങ്കിൽ എന്തിരെ തഖ്വ ചൊന്നെങ്കിൽ ഇസ്ലാം ചൊന്നത് അഥവാ അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പാലിക്കണോ. അല്ല വിരോധിച്ചതും ഇസ്ലാം വിരോധിച്ചതായ ഒരു കാര്യവും പ്രവൃത്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തീര. അതാണ് തഖ്വ. ഓരോ മുസ്ലിമുകും ഞങ്ങളുടെ ಬಗ್ಗೆ കണക്കാക്ക നക്കെത്ര തഖ്വ ഉണ്ടുണ്ട്, നക്കെത്ര തഖ്വ ഉണ്ടുണ്ട് ഓരോരുത്തർക്കും ആൾച്ചനാക്കാം. ആണുകും പെണ്ണുകും മക്കകും വയസ്സുരങ്ങും ഓരോരുത്തർക്കും നന്റെ ജീവിതത്തിൽ എത്ര തഖ്വ ഉണ്ടു. തഖ്വ ചൊന്നെങ്കിൽ എന്തിനെ അള്ളാഹു ചൊന്നതെല്ലാം പാലിക്കണോ, അല്ല വിരോധിച്ച് എല്ലാത്തിനും ദൂറാക്കണം. ഇൻ്റെ ഏത് വിഷയത്തിൽ ഞങ്ങൾ തഖ്വ കണ്ടോണ്ടുണ്ട് ചൊല്ലോറുള്ള സമാജത്തിൽ ഇത്തര ആളുമാരെ നടുലു ജീവിക്കടെ എല്ലാ സമുദായത്തെ നടുലു ജീവന നടത്തരെ ഞങ്ങ ಹೊಂದಾಣಿಕೆലും നല്ല സാഹോദര്യത്തിലും പരസ്പര പിരിസത്തിലും പരസ്പര ആശയ വിനിമയാക്കിയിട്ട് ഞങ്ങളെ ധാർമ്മികമായ ബോധത്തും ധാർമ്മികമായ വിശ്വാസത്തും ഒരു കുന്തുകരത്തെയും ബറാത്ത നിലക്കുള്ള സൗഹാർദ്ദപരമായ ആ ഒരു ജീവന. ഞങ്ങളെ ധാർമ്മിക വിശ്വാസത്തേക്ക് കുന്തുകൊരത്തെ ബണ്ട രൂപത്തിലുള്ള സൗഹാർദ്ദത്തെ പാടില്ല. ഉദാഹരണക്ക് സൗഹാർദ്ദത്തെ ചൊന്നെങ്കിൽ ഞങ്ങൾ ദേവസ്ഥാനത്ത് പോയിട്ട് അവിടെ പൂജയാക്കടെ, ചർച്ചിക്ക് പോയിട്ട് അവിടെ ഞങ്ങൾ പൂജയാക്കടെ, പള്ളിക്ക് പറയുമ്പോഴത്തേക്ക് തൊപ്പി വെച്ചോണ്ട് വേണ്ടേ സൗഹാർദ്ദത്തെ. അത് സൗഹാർദ്ദത്തെ അല്ല. അത് ഓരോ ആളുമാരെ ധാർമ്മിക വിശ്വാസത്തെ ഞങ്ങൾ അപകീർത്തിപ്പെടുത്തരുത്, അഥവാ അവഹേളനാക്കിടത്. ഹിന്ദു സഹോദരന്മാർ ആരാധിക്കിടക്കനത്തെ ദേവാലയത്തിൽ ഞങ്ങൾ പോയിട്ട് അങ്ങനൊട്ടിക്ക് കൂടി ഞങ്ങൾ പൂജയാക്കടെങ്കിൽ ഞങ്ങൾ ഹിന്ദു സഹോദരന്മാർക്കുള്ള എനിക്ക് ആത്മാർത്ഥമായ ആ വിശ്വാസത്തിൽ ഞങ്ങൾ പൂജയാക്കോ സാധ്യമുണ്ടാ? ഇല്ല. ബെർഡ ഗുണങ്ങാക്കണത്തര അപ്പം കാപ്പട്യമാണത്. നല്ല ഭയഭക്തിയിലും നല്ല വിശ്വാസത്തിലും ദൃഢമായ വിശ്വാസത്തിൽ അങ്ങ് പൂജാക്കരക്കനക്കത്തെ ഒരു ജാഗയ്ക്ക് പോയിട്ട് ആ വിശ്വാസം ഇല്ലാത്ത ഒരാൾ ബെർദകും നക്കും നിങ്ങളെ പോലത്തെ വിശ്വാസം ഉണ്ടുള്ള ഒരു കാപ്പട്യത്തെ കാട്ടിയിട്ട് ആ ജാഗരെ കളങ്കപ്പെടുത്തരുത്. അതുപോലെ ഒരു ഹിന്ദു സഹോദരൻ ഞങ്ങളൊട്ടിക്ക് നിസ്കരിക്കണോ പള്ളിക്ക് വന്ന് ഞങ്ങളൊട്ടിക്ക് മേ കൈ കെട്ടിയിട്ട് അള്ളാഹു അക്ബർ ചൊന്ന് നിൽക്കടേണ്ട കണ്ടെങ്കിൽ അതിനർത്ഥ സൗഹാർദ്ദത്തെ അല്ല, അത് പള്ളിരമ അഥവാ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെമ
കളങ്കപ്പെടുത്തരെ മാത്രമല്ല ആ സഹോദരൻ ഹിന്ദുവായ സഹോദരൻ ಅವನುಗುಳ್ಳಗನ್ಕಿದ್ದ ಧಾರ್ಮಿಕ ವಿಶ್ವಾಸ ಆ ವಿಶ್ವಾಸ ಸರಿಯಾയിട്ടില്ല ചൊല്ലതാണ് അതിനർത്ഥ ಇನ್ನೊರು ಧರ್ಮത്തെ ആൾമാരെ ധാർമ്മിക ആചരണ ആക്കണു പാടില്ല. അതങ്ങനെ സ്വന്തം ധർമ്മത്തിലുള്ള വിശ്വാസത്തിന് ധക്കയാവുള്ളൂ. അങ്ങങ്ങ അനുഷ്ഠിക്കടക്കനിക്കത് ധർമ്മ ഏതോ ആ ധർമ്മത്തിൽ ശരിയായ വിശ്വാസവും നല്ല നമ്പിക്കലോടുകൂടിയായിട്ടിക്കൊണ്ട് അങ്ങനെ എല്ലാ പ്രവൃത്തിയും അങ്ങനെ ആരാധന. പിന്നെ സൗഹാർദ്ദത്തെ ചൊന്നെങ്കിൽ ഇത്തര സമുദായത്തെ ആളുമാർ കൂടെ ജീവന നടത്തുന്നകും അങ്ങനെ കൊണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടും തൊന്തരയും പറകുതീര. അങ്ങനെ ധാർമ്മിക വിശ്വാസത്തിന് ഗാസിയാവിടെ നുമ്പലാവിടെ ധക്കയാവിടെ അടച്ചനയാവിടെ ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തിൽ പറകുതീര. ഉദാഹരണം ഒരു ദീപാവലി നടക്കിട്, അതല്ലെങ്കിൽ ഒരു ഗണേശ ചതുർത്ഥി നടക്കിട്, അതല്ലെങ്കിൽ ഒരു ശിവരാത്രി നടക്കിട്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും അങ്ങനെ ധാർമ്മികമായ വിശ്വാസത്തോടുകൂടി നടക്കിടക്ക് ആരാധന നടക്കിട്, അതൊക്കെ തൊന്തരാവിടെ ഒരു പ്രവൃത്തിയും ഒരു മുസ്ലിമിയുടെ ഭാഗത്തിൽ ഉണ്ടാവുക തീര. അങ്ങക്ക് സ്വാതന്ത്ര്യമുണ്ടു, അങ്ങക്ക് അങ്ങനെ ധാർമ്മികമായ ആചരണയുടെ നടത്തുന്നകൊള്ളക്കെനിക്കെത്തെ സൗകര്യത്തിന് ഒരു തൊന്തരയും ഒരു മുസ്ലിമിയുടെ ഭാഗത്തിൽ ഉണ്ടാവണോ തീര. അതായിട്ടിക്കടെ സൗഹാർദ്ദത്തെ അങ്ങനെ ധർമ്മത്തിലും ആശയത്തിൽ ജീവന നടത്തുന്നകൊള്ള മുക്തമായ തെരുടെ ഞങ്ങൾ ഓപ്പൺ ആക്കി കൊടുക്കണം. അതല്ലാണ്ട് സൗഹാർദ്ദത്തെ ചെന്നെങ്കിൽ ചക്കര കഞ്ഞാക്കെ കണിക്ക എല്ലാ ധർമ്മത്തെ ആചരണ ഞങ്ങൾ ദീപാവലി വരുമ്പോൾ ഞങ്ങൾ ദീപാവലി ആക്കടെ, ശിവരാത്രി വരുമ്പോൾ ഞങ്ങൾ ശിവരാത്രി ആക്കടെ, പെരുന്നാൾ വരുമ്പോൾ അങ്ങം പെരുന്നാളാക്കടെ, ക്രിസ്മസ് വരുമ്പോൾ എല്ലാവരും ഒട്ടിക്ക് കൂടി ക്രിസ്മസ് ആക്കടെ. അതല്ല, അത് സൗഹാർദ്ദത്തെ അല്ല, അത് കാപ്പട്ടിയ. ഞങ്ങളെ സ്വന്ത ധർമ്മത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് കൊറടി ഉണ്ടോ ചൊല്ലതും ಇನ್ನೊരു ധർമ്മത്തെ വിശ്വാസത്തെ ഞങ്ങൾ അവഹേളനാക്കടെ ചൊല്ലതാണത്. ഏതുമാവട്ടെ നാ ചൊന്നോട്ട് വന്ന ഇത് മാത്രമല്ല, എല്ലാ വിഷയത്തിലും ഉദാഹരണം ഒരു മങ്ങില നടക്കരെങ്കിൽ ഞങ്ങളെ കുടുംബത്തില ഞങ്ങളെ ഔത്തുല ഞങ്ങളെ നെരല ഒരു മങ്ങില നടക്കണമെങ്കിൽ ആ മങ്ങില നടക്കുമ്പോഴത്തേക്ക് പോലും ഇസ്ലാമിൽ ഒരു മങ്ങില ചൊല്ല വിഷയം എന്തിനെ, നിക്കാഹ് ചൊന്നെങ്കിൽ എന്തിനെ, നിക്കാഹയുടെ മഹത്വം എന്തിനെ, അൽഹംദുലില്ലാഹ് എന്തൊക്കെ നിക്കാഹ് ആവണം, ഈ നിക്കാഹ് ആരെ നേതൃത്വത്തിലാവണം, നിക്കാഹടെ സംബന്ധിച്ച് ഞങ്ങൾ എന്തിരെ പഠിച്ചിര, ഈ മങ്ങിലത്തുക ഞങ്ങൾ ആ കിടക്കനിക്കത്തെ ಖರ್ಚು എന്തിരെ, ഇത് എല്ലാത്തെ ಬಗ್ಗೆ അറിഞ്ഞിട്ടാവണം. ആ നിക്കാഹ് സുന്നത്തി, നിക്കാഹ് ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടിയാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നിക്കാഹ് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ സ്വഹാബ. നിക്കാഹ് ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സ്വർഗ്ഗത്തിലാക്കി കൊടുത്തതാണ്. ആദം നബിയുടെ സമാധാനത്തിന് വേണ്ടി, ആദം നബിക്ക് സ്വർഗത്തിലുള്ള സമാധാനത്തിന് വേണ്ടി, ആദം നബിയുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി അല്ലാഹു സ്വർഗത്തിൽ ആദം നബിക്ക് നിക്കാഹാക്കി കൊടുക്കൂ. ആദം നബിക്കൊരു ഇണയായിട്ട് അല്ലാഹു പടച്ചു കൊടുക്കൂ. ആദം നബിക്ക് അല്ലാഹു ഹവ്വാ ബീവി ചൊല്ല ഒരു ഇണർ അല്ലാഹു പടച്ചു കൊടുക്കൂ. ആ സ്വർഗത്തിൽ തുടങ്ങിയ നിക്കാഹുണ്ടല്ലേ ഇണ്ടും ദുനിയാവില് കാലാകാലമായി നിലനിൽക്കട്. നാളെ രണ്ടാമത് എല്ലാ മനുഷ്യന്മാരും അസ്തമിച്ചതിൽ പിന്നെ ഖിയാമത്ത് നാളെ സംഭവിച്ചതിൽ പിന്നെ അതേ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലുക ബദലേ നിക്കാഹവണു കൊണ്ടു. ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂല് മങ്ങിലാവണു കൊണ്ടു. ആസിയ ബീവി അല്ലാഹുവിന്റെ റസൂല് മങ്ങിലാവണു കൊണ്ടു. അതേ മറിയം ബീവി റളിയല്ലാഹു അൻഹാടെ അല്ലാഹുവിന്റെ റസൂല് മങ്ങിലാവണു കൊണ്ടു. മൂസാ നബിയുടെ സഹോദരിയുടെ അല്ലാഹുവിന്റെ റസൂല് നിക്കാഹവണു കൊണ്ടു. ആ നിക്കാഹ് ചൊല്ല പരിശുദ്ധമായ ബന്ധമുണ്ടല്ലേ, ആ ഒരു സുന്നത്തുണ്ടല്ലേ, അതിന്റെ ജീവനത്തിൽ വേണ്ട ചൊന്ന് ബുഡ്രക്കനിക്കത്തെ ആളുമാരെ പോലും അല്ലാഹുവിന്റെ റസൂല് താക്കീതാക്കിട്. നാണ് മങ്ങിലാവില്ല, മരിക്കോളം ഇബാദത്ത് ചെയ്യട ചൊന്ന ആളുമാറിന്നാറ്. നബിതങ്ങളെ കാലത്തിന് ചില സ്വഹാബികള് മങ്ങിലായെങ്കിൽ കുടുംബാവിടൂ, പെഞ്ഞായി മക്കളാവിടൂ, ജവാബ്ദാരിയാറാവിടൂ, കുടുംബത്തെ നിർവഹണാക്കൊണാവിടൂ, മക്കൾക്ക് വേണ്ടി നയിക്കൊണാവിടൂ, പെഞ്ഞായിക്ക് വേണ്ടി അധ്വാനിക്കൊണാവിടൂ. അതെല്ലാത്തെന്നാണ് ദൂരെ വെച്ചിട്ട് അല്ലാഹു തന്നെ ഈ ഒരു ജീവനത്തിൽ മരിക്കടത് വരേക്കും നാണ് ഇബാദത്തിലായി ജീവിക്കട ചൊന്ന ആളുമാരെ പോലും അല്ലാഹുവിന്റെ റസൂൽ നിരുത്സാഹിപ്പിക്കരുത്. പെണ്ണുങ്ങളെ, നിങ്ങൾ എത്ര ഇബാദത്ത്
എടെങ്കിലും അത് നന്റെ ശൈലിയല്ല. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലോടു മങ്ങിലാവണു നിക്കാഹാവണു. അല്ലാഹുവിന്റെ റസൂല് സുന്ദരമായ ഒരു സുന്നത്തായ ശൈലി നിക്കാഹ് ചൊല്ലത്, പരസ്പര വൈവാഹിക ജീവന ചൊല്ലത്. ഇന്റെ ഇസ്ലാമുടെ ഇത്തര സമുദായത്തെ ആളുമാര് പോലും കൈകാട്ട രൂപത്തില്, ഇന്റെ ഇസ്ലാമുടെ വിമർശിക്കുന്ന രൂപത്തില്, മുസ്ലിമീങ്ങൾക്ക് പോലും നാണക്കേടാവിടെ രൂപത്തില്, സമാജത്തിലെ അലിമീങ്ങൾ പോലും തനതകപാഠ രൂപത്തില്, ഈ സമുദായത്തില് എല്ലാ നിലക്കുള്ള വിവരവും വിദ്യാഭ്യാസവും പഠിപ്പും കിട്ടരെങ്കിൽ പോലും ഇതൊന്നും കിട്ടാത്ത മൃഗീയമായ സ്വഭാവത്തില് മങ്ങില പോലോത്തെ ആഡംബരത്തിൽ വേണ്ടി പൈസ ഉള്ളവിടെ പൈസത്തെ അഹങ്കാരം കൊണ്ടിട്ടു എല്ലാ വേണ്ടാത്ത ഹറാമിയത്തിനെ ബളിച്ചിട്ടുള്ള പ്രവർത്തനമാണ്. എന്തൊക്കെ പെണ്ണുങ്ങളെ ഒരു തിങ്കള് റമദാനിൽ നോമ്പ് പിടിച്ചത്, പരിശുദ്ധ റമദാനിൽ എന്തൊക്കെ വേണ്ടി ഒരു തിങ്കള് നോമ്പ് പിടിച്ചത് പെണ്ണുങ്ങള് അല്ല ചൊന്നു തന്നതുപോലെ ജീവന നടത്തുന്ന പ്രാക്ടീസുകാർ ലഅല്ലക്കും തത്തഖൂൻ. അല്ല കാട്ടി തന്നതുപോലെ ജീവന നടത്തുന്നു. ഒരു ഹറാമുണ്ട് നാവല് പറകു തീര, ഒരു ഹറാമ് പലക്ക ബരിയണു തീര, ഒരു ഹറാമ് കേക്കൊണു തീര, ഒരു ഹറാമുടെ ചിന്ത മനസ്സിൽ പറകു തീര, ഒരു ഹറാമുക്ക് കൈ നീട്ടണു തീര, ഒരു ഹറാമുടെ സ്വരത്തേക്ക് കാല് കൊണ്ട് നടക്കണു തീര, ഒരു ഹറാമുടെ മണക്കൊണു തീര. ശരീരത്തെ എല്ലാ ഭാഗത്തും നോമ്പാണ്, ശരീരത്തെ എല്ലാ ഭാഗത്തും നോമ്പാണ്. കാലി പൈച്ച് കിടന്നിട്ട് സുബൈയുടെ മോന്തിയ തോല പട്ടിണി കിടന്നിട്ട് ഭയത്തുക മാത്രം നോമ്പല്ല. ശരീരത്തെ ഓരോ ഭാഗത്തും പരിശുദ്ധ റമദാന്റെ നോമ്പുലു ഒരാള് മീത്ത് ഗീബത്ത് ചൊല്ലുമ്പത്തുകോ, ഒരാള് നമീമത്ത് ചൊല്ലുമ്പത്തുകോ, ഒരാൾ അർസ ബന്നപ്പ പെതമ്പ് പലക പറയുമ്പത്തുകോ. ഞങ്ങളിൽ പല ആളുമാർ കേക്കില്ലേ റമദാനല്ല നോമ്പല്ല, നോമ്പ് പിടിച്ചിട്ട് ഇതല്ല വേണ. അസ്തഗ്ഫിറുല്ലാഹ്. എത്ര പെണ്ണുങ്ങൾ പോലും പരസ്പര പലക പറയുമ്പോ വേണ്ടാത്തത് എന്തെങ്കിലും വന്നു പോയി തേണ്ട് കണ്ടെങ്കിൽ റമദാനല്ലേ നോമ്പല്ലേ, നോമ്പ് പിടിച്ചിട്ട് ഇതല്ല വേണ ചൊല്ല പിയാറ ഞങ്ങളെ മനസ്സുക വന്നില്ലേ. ആ ഒരു പിയാറ പറകു വേണ്ടിയിട്ടാണ് അല്ല റമദാന് തന്നര്. അറാമിയത്തിൽ നിന്ന് ദൂരായി ജീവന നടത്തിടാതത്താവകു വേണ്ടിയാ. ഒരു തിങ്കളെ നാവിടെ ജാഗ്രത ആക്കിയവണു, ഒരു തിങ്കളെ കളവ് ചൊല്ലാത്തവളു, ഒരു തിങ്കള് പെതമ്പും ഉണ്ടാത്തവളു, ഒരു തിങ്കൾ അന്യ സമുദായത്തെ അഥവാ അന്യ ആളുമാരുടെ ബന്ധം പുലർത്താത്തവളു, ഒരു തിങ്കള് വേണ്ടാത്ത പ്രവർത്തനത്തിൽ നിന്ന് വ്യഭിചാരം പോലത്തെ പ്രവർത്തനത്തിൽ നിന്റെ ദൂരെ നിന്റെവണു. ആ പരിശുദ്ധ റമദാന് കലിയുമ്പത്തുകു നിന്റെ ജീവനത്തിൽ അത് ആദത്താവണു. ഞങ്ങൾക്ക് അങ്ങനല്ല മുസ്ലിമീങ്ങള്, ഞങ്ങളെ ജീവട എങ്ങടെ കൊന്തുണ്ട പരിശുദ്ധ റമദാന് പറമ്പത്തുക മാത്രം പുതിയ ഒരു ഡ്രസ് ഇട്ടതുപോലെ റമദാന് കഴിഞ്ഞിട്ട് പെരുന്നാളില് ജാവൈത്ത് കണ്ടെങ്കിൽ റമദാന്റെ ഡ്രസ്സിനെ മാറ്റി വെച്ചതുപോലെയാ. റമദാന്റെ മുന്നോൽ തണ്ട എത്ര ആളുമാരാണോ പള്ളിയിൽ ഇന്നത്, അതേ ആളുമാര് ഒരു സംഖ്യ പോലും യാറാവാട്. പിന്നെ പെരുന്നാളിന്റെ സുബഹി നിസ്കാരത്തുക പള്ളിയിലാട്. ഒരു തിങ്കള് തറാവീഹ് ആളുമാർ എവിടക പോയാറ്, ഒരു തിങ്കള് സുബഹി നിസ്കരിച്ചങ്ങ എവിടക പോയാറ്, ഒരു തിങ്കള് ളുഹ്റ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിക്കെത്തി അങ്ങ് എവിടക പോയാറ്, ഒരു തിങ്കള് സുബഹി നിസ്കാരത്തെ നന്തര അല്ലാന്റെ പള്ളിയിൽ വെച്ചിട്ട് എത്ര പേജ് പരിശുദ്ധ ഖുർആൻ ഓതി ആണിങ്ങ എവിടക പോയാറ്. പെണ്ണുങ്ങള് പരിശുദ്ധ റമദാനിലെ ഖതമ് തീർത്ത പെണ്ണുങ്ങള് ആ റമദാന് തീർന്നിട്ട് തിങ്കള് പാതി മുക്കാലായോണ്ട് പറമ്പത്തുക പോലും റമദാനിൽ ഒരേ ഒരു നാളിൽ ഖുർആൻ ഓതിയത്, റമദാന്റെ ഒരു നാളിൽ ഓതിയ ഖുർആൻ ശവ്വാല ഇത്തര നാളായിട്ടും ഓതുണു ചൊമ്മത്തെ ആളുമാറായിട്ടേ ഇല്ല. റമദാന്റെ അവസാനത്തെ ജാബുക മടക്കി വെച്ച മുസാഫ് രണ്ടാമത് തുറക്കണമെങ്കിൽ പിന്നത്തെ റമദാന് പറഞ്ഞു. എന്തവസ്ഥയാണ് മുസ്ലിമേ, ഞങ്ങൾ എന്ത് ജീവനമാണ് മുസ്ലിമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബിക അങ്ങനെ ജീവനത്തിൽ കഷ്ടപ്പാട് വരുമ്പത്തുകൂ, അങ്ങനെ ജീവനത്തിൽ എന്തെങ്കിലും മുസീബത്ത് വരുമ്പത്തുകൂ, അങ്ങനെ ജീവനത്തിൽ എന്തെങ്കിലും ഒരു യാരകുരുടി വരുമ്പത്തുകൂ, അങ്ങ എല്ലാരെ മനസ്സിലുള്ള പേടി എന്തിരകൊണ്ടുണ്ട. അല്ലാഹുവിന്റെ റസൂല് സുന്നത്തിന് ഞങ്ങൾ എതിരായതുകൊണ്ട്
അല്ല ഞങ്ങൾക്ക് മുസീബത്ത് തന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സുന്നത്തിക്ക് എതിരായത് കൊണ്ടോ അല്ല ഞങ്ങൾക്ക് മുസീബത്ത് തന്നേ ചൊല്ല ബിയാറമാണ് സ്വഹാബിങ്ങൾക്ക്. പ്രസിദ്ധമായ ഖാദിസിയ യുദ്ധം നിങ്ങൾ കേട്ടരാറാ. പേർഷ്യത്തെ രാജാവരൊട്ട് കൊല്ല പോരാട്ടമാണ്. ചരിത്രത്തിൽ സോലില്ലാത്ത സരദാരനാണ് പേർഷ്യത്തെ രാജാവ്. ആ പേർഷ്യത്തെ രാജാവ് എത്ര യുദ്ധത്തിൽ പോയിറാണ്, എത്ര യുദ്ധത്തിന് നേതൃത്വം കൊടുത്തറാണ്. ഒരേ ഒരു യുദ്ധത്തിൽ സോത്തെ ചരിത്രം ഇല്ല. അങ്ങനത്തെ പേർഷ്യത്തെ രാജാവരൊട്ടിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികൾ യുദ്ധത്തിന് തയ്യാറാവിടാറ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് യുദ്ധത്തിന് പോണ്ട സന്ദർഭത്തിൽ അണ്ടേ വരേക്കും നടന്ന യുദ്ധത്തിൽ പേർഷ്യത്തെ രാജാവ് സോത്തെ ചരിത്രമില്ല. പേർഷ്യത്തെ രാജാവ് സോലില്ലാണ്ട് യുദ്ധത്തിൽ എല്ലാ യുദ്ധത്തിൽ ಗೆಂದನುಗುಲ್ಲ ಕಾರಣ ಎಂದರೆ ಗೊಂತೊಂಡ ನಲ್ಲವರು ಮಾಟ ಮಂತ್ರ ಹಾಕೆಗನ್ಗೆತೆ ಮಾಟ ಮಂತ್ರ ಹಾಕಿಟ್ಟು ಬೆಚ್ಚವರು ಧ್ವಜ ಅವಂಡೆ ಪತಾಕೆ ಅವಂಡೆ ಕುದುರೆ ರಥത്തുലുണ്ടു. പേർഷ്യത്തെ രാജാവിടെ രഥത്തെ എതിരുളു അതേ മാട്ട മന്ത്രാക്കി വെച്ചവരു ധ്വജമുണ്ടു. ആ മാട്ടത്തെ കാരണം കൊണ്ട് എതിരാളിക്ക് ಗೆಂದನುಗಾവില്ല. അങ്ങനത്തെ പേർഷ്യത്തെ രാജാവരൊട്ടിಗೆ നേരിട്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്. സ്വഹാബത്തിലെ ധീരമായ പോരാട്ടത്തില് സ്വഹാബത്തിലെ ധീരമായ പോരാട്ടത്തില് പേർഷ്യത്തെ രാജാവിടെ ധ്വജങ്ങ് തിരിച്ചു പോണ്ടു. പേർഷ്യത്തെ രാജാവിടെ രഥ എവിടകാ തിരിച്ചു പോണ്ടു. സൈന്യമാര് ചിന്ന ഭിന്നമായി ഓടി പോണ്ടാറ്. പേർഷ്യത്തെ രാജാവ് ജീമത്തെ ഒളിക്കൊടുക വേണ്ടി എവിടകാ ഓടി രക്ഷപ്പെട്ട. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളെ സ്വഹാബത്ത് യുദ്ധത്തിൽ ಗೆಂದರಾറ്. പേർഷ്യത്തെ രാജാവ് വല്ലാത്ത ആശ്ചര്യമാണ്. ചെറിയ ഒരു സൈന്യത്തെ എതിരാണെന്നാണ് സോത്തര്. ചെറിയ ഒരു സൈന്യത്തെ വിരുദ്ധമാണ് നമുക്ക് സോല് കാണാനായിട്ട് വന്നത്. ഇണ്ടേവരേക്കും സോലില്ലാത്ത നാട്. നന്റെ ധ്വജത്തില് നന്റെ യുദ്ധത്തെ രഥത്തിൽ അതാ നാണ് മാട്ടാക്കിട്ട് കൊണബന്ന് വെച്ച ധ്വജ ഇന്നിട്ട് പോലും ആ ഒരു ചെറിയ സൈന്യത്തെ എതിരക്ക് എങ്ങനെയാണ് സോത്തേച്ചൊന്ന് കേട്ടിട്ട് അതേ പേർഷ്യത്തെ രാജാവ് മാട്ടാക്കി കൊടുത്ത ആളുമാരുടെ കണക്കിൽ കേട്ട് നോക്കുമ്പോ തോകൂ അങ്ങ എല്ലാരും കണക്ക് നോക്കി ചൊന്നെന്തിനെ കൊന്തുണ്ട മുസ്ലിമേ, നിന്റെ രഥത്തിൽ എന്നെ മാട്ടാക്കി തന്നെ ധ്വജത്തെ പവർ കുറഞ്ഞിട്ടല്ല, നിന്റെ സൈനികന്മാരെ ആയുധ കുറഞ്ഞിട്ടല്ല, നിങ്ങൾ യുദ്ധത്തിലുള്ള ആവേശം കുറഞ്ഞിട്ടല്ല, ബദലക നിങ്ങളെ എതിർക വന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളുള്ളാരല്ലേ. അങ്ങനെ ഈ മാട എതിർക നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണകായില്ല. അങ്ങനെ ഈ മാട എതിർക നിങ്ങൾക്ക് ಗೆಂದನುಗ സാധ്യമായില്ല. അങ്ങക്ക് ആയുധമല്ല ബല, അങ്ങക്ക് സൈനികമല്ല ബല, അങ്ങക്ക് കുതിരയല്ല ബല, അങ്ങക്ക് മാട്ടാക്കിയ ധ്വജമല്ല ബല. അങ്ങനെ ബല ഈമാനാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ആ ഒരു സൈന്യത്തെതിരെ പേർഷ്യത്തെ രാജാവ് സോലായിട്ടില്ലെങ്കിൽ നിന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങള് അങ്ങനത്തെ സ്വഹാബത്ത് പിന്നൊരു യുദ്ധത്തില് ശത്രു സൈന്യത്തെതിരെ ಗೆಂದನುಗೋ പരതാടുമ്പോ തോകൂ സ്വഹാബത്ത് തെച്ച് ചർച്ച കിടാറ്. സുബ്ഹാനല്ല, എന്തേ ഞങ്ങൾക്ക് ಗೆಂದನುಗಾവില്ല. ബദറുലും ഉഹുദുലും ഖൈബറുലും ഖന്തക്കിലും തബൂക്കിലും ഹുനൈനില് വിജയത്തെ പതാക പാറുപാടിയ സ്വഹാബത്ത് എന്റെ ಗೆಂದನುಗಾവില്ല ചൊല്ല ചർച്ച നടക്കുമ്പോ തൂകൂ ഒരു വയസ്സായ സ്വഹാബി എഞ്ചിനിന്റെ ചൊല്ലോടൂല യുദ്ധം നടക്കട സന്ദർഭത്തിൽ ഉണ്ട് ഞങ്ങൾ വുദു കൊടുക്കുമ്പോ തൂകൂ വുദുവിടെ മുന്നൊരു മിസ്വാക്ക് ചെയ്യല് സുന്നത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പടിപാടിടുന്നെങ്കിൽ പോലും യുദ്ധം നടക്കുന്ന സമയത്തിൽ വുദു കൊടുക്കുമ്പോ തൂകൂ ഞങ്ങൾ ആരെങ്കിലും മിസ്വാക്ക് ചെയ്ഞ്ഞിറഹ്മാ നബി തങ്ങളുടെ സുന്നത്തെ നഷ്ടപ്പെടുത്തിയ ഞങ്ങൾ പിന്നെ എങ്ങനെ ಗೆಂದನುಗೂ? സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് തീരുമാനത്തേക്ക് വന്നേ. സ്വഹാബത്തിന്റെ തീരുമാനം നോക്കോർ. ശത്രു സൈന്യത്തെതിരെ പിടിച്ചു നിൽക്കണുകാവണുകില്ല, ഞങ്ങൾക്ക് ಗೆಂದನುಗಾവില്ല. എന്തേ ചൊല്ല ചർച്ച നടക്കുമ്പോൾ ഹിരിയ സ്വഹാബി ചൊന്നെന്തിരെ കൊന്തുണ്ട ഉദുവാക്കടയ്ക്ക് മുന്നിൽ മിസ്വാക്കാക്കൽ സുന്നത്ത്. യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ 6 മിസ്വാക്കാക്കിയ അല്ലാഹുവിന്റെ റസൂൽ സുന്നത്ത് നഷ്ടപ്പെടുത്തിയ ഞങ്ങൾ പിന്നെ എങ്ങനെ ಗೆಂದಿರೇಂಟ್? ഉടനെ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന അമീർ ചൊന്നെന്തിരെ കൊന്തുണ്ട എത്രയും ಬೇಗ അറാക്കത്ത് ബാട്ടണം മിസ്വാക്ക് ചെയ്യണകൊണ്ട്. ആ യുദ്ധം തീരേക്ക് മുന്നിൽ അറാക്ക് എത്തുപാട്ടണം യുദ്ധത്തെ രണാങ്കനത്ത് വുദു കൊടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്
യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ വുദു എടുക്കുമ്പോൾ തുക വുദുയുടെ ഭാഗത്തിലുള്ള ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയതിന് സ്വഹാബത്ത് അത്ര വലിയ ഗൗരവത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇണ്ട് സുന്നത്ത ഞങ്ങൾക്ക് ഫറദുണ്ട മുസ്ലിമീങ്ങളെ, അല്ല നിർബന്ധമാക്കിയ ഫറദ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യത്തെ നിലനിർത്തിരേ. ഇസ്ലാമിന്റെ അള്ളാഹു നിലനിർത്തിരെങ്ങനെ? 5 പില്ലർ മുഖാന്തര. ഏതാണ് 5 പില്ലർ? ഒന്ന് ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹഖ് കൊണ്ട് ആരാധന ഗർഹൻ അല്ലാഹു മാത്ര, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലാണ് ചൊല്ല വിശ്വാസം. ഈ വിശ്വാസത്തെ എതിരെ അവിടെ ഒരു പ്രവൃത്തി ഒരു മുസ്ലിമുടെ ഭാഗത്തിൽ വന്നെങ്കിൽ അവിടെ എന്ത് മുസ്ലിമോ? നിങ്ങൾ കണ്ടാറാ റോമിയുടെ രാജാവ് ഉമർ ഖത്താബിന്റെ കാലത്തിലുണ്ടല്ലേ സ്വഹാബത്തിലെ ചില ശിഷ്യന്മാരെ അറസ്റ്റ് ആക്കിയോല. റോമിയുടെ രാജാവ് ഒരു ക്രൈസ്തവ രാജാവ് ഇസ്ലാമുടെ അണ്ട് സർവനാശാക്കണോ ചെന്ന് പ്രവർത്തിച്ച കനിക്കത്തെ ഒരു രാജാവ് മുസ്ലിമീങ്ങളായ ചില ബാലകാരന്മാരെ അറസ്റ്റാക്കി അന്യായമായിട്ട് ഒരു കാരണവുമില്ലാണ്ട് അറസ്റ്റാക്കിയിട്ട് കൊണ്ടുപോയിട്ട് രാജാവുടെ സൈനികന്മാർ എന്താക്കിയാർ കൊന്തുണ്ട. ഈ അറസ്റ്റാക്കിയ കണക്കത്തെ മുസ്ലിം ബാലകാരന്മാരെ കൈഡേം കാലെല്ല സംക്കലിട്ടിട്ട് കെട്ടിയിട്ടുണ്ടല്ലേ, സർഡിൽ കെട്ടിയിട്ടിട്ട് ബഗ് പാട്ടിട്ട് അങ്ങനെ കൽത്തുകും കാല് കെട്ടിട്ട് റുക്കൂ പോകുമ്പത്തു ഞങ്ങൾ എങ്ങനെ ബഗ്ഗിട്ടിക്കിടാമ, റുക്കൂ പോകുമ്പത്തു എങ്ങനെ ഞങ്ങൾ ബഗ്ഗിട്ടിക്കിടാമ, ആ നിലക്ക് ബഗ് പാട്ടിട്ട് രാജാവിടെ എതിർക്ക് പോകണമുണ്ട്. സംക്കലിട്ടിട്ട് കെട്ടിയിട്ടിട്ട് അങ്ങനെ കയ്യിലുള്ള സ്വഹാബിങ്ങളെ ശിഷ്യന്മാർ അവിടെ മുസ്ലിമീങ്ങൾ എന്തും ചൊല്ലുക ഗൊന്തിൽ എന്താക്കണോ ഗൊന്തിൽ അങ്ങനെ സൈനികന്മാരെ കയ്യിൽ കുടുങ്ങിപ്പോയിടാറ്. റോമിയുടെ രാജാവിടെ കൊട്ടാരത്തിൽ റോമിയുടെ രാജാവിടെ എതിരുക ഈ രൂപത്തിൽ മുസ്ലിമീങ്ങളെ കൊണപോണക്ക് നോക്കുമ്പോൾ മുസ്ലിമീങ്ങളായ ബഹളകാരന്മാർ എന്തിനു ചൊന്ന കൊന്തുണ്ട, ഞങ്ങളെ കൊന്നിട്ട് ഞങ്ങളെ മയ്യത്തിലല്ലാട്ട് നിങ്ങൾ വലിച്ചു പോയിട്ട് രാജാവിടെ എതിരിൽ ബൈക്കൊണക്ക് സാധ്യമല്ല. ഞങ്ങളെ കൊന്നിട്ടു ഞങ്ങളെ മയ്യത്തിനെ വേണമെങ്കിൽ വലിച്ചോ പോയിട്ട് രാജാവിടെ എതിരിൽ ബൈക്കാം. അതല്ലാണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ ആത്മാവിക്കലോടുകൂടെ റുക്കൂ ചെയ്യുടെ രൂപത്തിൽ നിങ്ങളെ രാജാവിടെ എതിരിൽ കൊണ്ടുപോയി നിപ്പാട്ടുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് സാധ്യമല്ല. എന്തൊരു ധീരത ഇത്, എന്തൊരു ആത്മവിശ്വാസ ഇത്. ഈ ഒരു മനസ്സുക കിട്ടിയ എനിക്ക് ഹിമ്മത്ത് എന്ത് കാരണത്തിൽ? ഒരേ ഒരു ജവാബ് മറുപടി, അല്ലാഹുവിലുള്ള വിശ്വാസം, അചഞ്ചലമായ ഈമാൻ. ആ സ്വഹാബത്തിലെ ശിഷ്യന്മാർ എന്തിനു ചൊന്ന കൊന്തുണ്ട, ഇന്നീല അസ്തഹീ മിൻ മുഹമ്മദിൻ അൻ അദ്ഖുല അലൽ കാഫിരി കഅയ്ഹതിർ റാകിഈ. നാളെ അല്ലാഹുവിന്റെ റസൂല് മൻശരത്തിൽ ഞങ്ങൾ നോക്കുമ്പോത്തുകോ അല്ലാഹുവിന്റെ റസൂൽ മീത്ത് തന്റെ മുഖ കണ്ടപ്പാ ഒരു ഇസ്ലാമിന്റെ ശത്രുവായ രാജാവിടെ എതിരിൽ റുക്കൂ ചെയ്യുടെ രൂപത്തിൽ നീന് പോയല്ലേ ചൊന്ന് നണ്ടിട്ടിക്ക് കേട്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലെ മുഖ നാണെങ്ങനെ നോക്കണു. സുബ്ഹാനല്ലാഹ്. റുക്കൂ ചെയ്ഞ്ഞല്ല ഒരു മുസ്ലിം അല്ലാത്ത ഒരു അമുസ്ലിമായ ഒരു രാജാവ് റുക്കൂ ചെയ്ഞ്ഞല്ല. ആ രാജാവിടെ എതിരിൽ ആ രാജാവിടെ സൈനികന്മാർ മുസ്ലിമായ ബാലകാരന്മാരെ കെട്ടിട്ടിട്ട് സംക്കലിൽ കെട്ടിട്ടിട്ട് സർലിൽ കെട്ടിട്ടിട്ട് കൊണപോണ്ടേ റുക്കൂ ചെയ്ഞ്ഞ രൂപത്തിലായിട്ട് അവിടെ മുസ്ലിമീങ്ങളായ ബാലകാരന്മാർ ചെന്ന ഈ രൂപത്തിൽ ഞങ്ങൾ ബണ്ടില്ല, വേണമെങ്കിൽ നെഞ്ഞു വയത്തിട്ട് നടന്നിട്ട് ഞങ്ങൾ ബണ്ട. അതല്ല ഇങ്ങനെ ഞങ്ങളെ കൊണപോണ കൊന്നിട്ട് ഞങ്ങളെ മയ്യത്തിനെ വലിച്ചോട്ട് പോറുണ്ട്. എന്തേ കാരണം കേൾക്കുമ്പോൾ ചൊന്നേ ഞങ്ങൾ തല ബഗ്ബാട്ട് അല്ലാഹുക മാത്ര, ഞങ്ങൾ സുജൂദ് ചെയ്യൽ അല്ലാണുക മാത്ര, ഞങ്ങൾ റുഖൂ ചെയ്യൽ അല്ലാണുക മാത്ര. ഈ രൂപത്തിൽ ഞങ്ങൾ ബഗ്ഗിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബിടെ എതിര ആ റബ്ബിടെ എതിർക ബഗ്ഗയുടെ രൂപത്തിൽ ഒരു രാജാവിടെ എതിരിൽ ബഗ്ഗുണുക ഞങ്ങൾ തയ്യാറില്ല. ഒരു വേള ഞങ്ങൾ മീ തങ്ങനെ ബഗ്ഗെങ്കിൽ ഞങ്ങളെ ജീമത്തെ മേലുള്ള പേടിയില്ല, ഞങ്ങളെ ജീമ ഒളിക്കൊണു ചൊല്ല ആശല നിങ്ങളിൽ നിന്നിട്ട് തപ്പാട്ടി പോണുക. അഥവാ നിങ്ങൾ ഞങ്ങളെ ബുടുകു വേണ്ടിയിട്ട് നിങ്ങളെ മണവോലിക്കാക്കൊണുക മണവലിസൊണുകു നിങ്ങളെ തൃപ്തിപ്പെടുത്തുണുക വേണ്ടിയിട്ട് ഞങ്ങൾ മീത്തി സ്വറാക്കിറാണ്ട് കണ്ടെങ്കിൽ നാല് മത്സരത്തിൽ ഞങ്ങളെ റസൂലിനെ ഞങ്ങൾ കാത്തു നിൽക്കുന്ന ആളുമാർ
ഞങ്ങൾ ബാക്കി ആളുമാരുടെ പോലല്ല. ഞങ്ങൾ എല്ലാവർക്കുമുള്ള ഒരു വിശ്വാസം ഹൗദുൽ കൗസർ വിതരണാക്കടെ ജാഗലല്ലാണ്ട് റസൂലിനെ കാണുന്നു. നാല് മനുഷ്യരത്തിൽ എന്തുമില്ലാത്ത ഒരു തണ്ണി പോലും ഇല്ലാത്ത ജാഗല് ഇണ്ട്. സൂര്യത്തെ നോക്കോറൂല മുസ്ലിമീങ്ങള് 4 लाख കിലോമീറ്റർ കാണാൻ മേലാണ്. ഈ ഭൂമിയുടെ പതരത്തിൽ നിന്നിട്ട് 4 लाख കിലോമീറ്റർ മേലാണ് സൂര്യനുള്ളേട്ട്. വൈജ്ഞാനിക ജഗത്തു ഞങ്ങളൊട്ടിക കണക്ക് ചൊല്ലുമ്പൊത്തുകൂ ആ സൂര്യൻ അസ്തമിച്ചിട്ട് എത്ര ഗണ്ട കഴിഞ്ഞിട്ട്. എന്നിട്ട് പോലും ആ സൂര്യൻ പോലും അണ ഉദിച്ച് നിന്റെപ്പ ആ സൂര്യത്തെ ചൂട് കൊണ്ടിട്ട് ദുനിയാവക ചൂട് വന്നത്. ആ ചൂടിനെ തടയണക ജാവായിട്ടും ഞങ്ങൾക്കാവില്ല. ജാവായിട്ട് പോലും ആ ശകരെ തടയണക ഫാന് വേണു, AC വേണു, കൂളർ വേണു. പക്ഷേ ആ സൂര്യത്തെ അല്ലാഹു തലയുടെ കാണമേല് ഒരേ ഒരു ചാണ് തലയുടെ കാണമേലക ഇറക്കി വയ്ക്കുമ്പൊത്തുകൂ എങ്ങനെ നിക്കണു കാവുട മുസ്ലിമേ? ഒന്ന് ഇമാജിനാക്കി നോക്കൂറൂല. സൂര്യ തലയുടെ കാണമേല് ഒരു ചാട്. അങ്ങനത്തെ ഒരു നാള് ഉണ്ടാ ഇല്ലേ ചൊല്ലിയതിൽ സംശയം ആർക്കെങ്കിലും ഉണ്ടാ? അങ്ങനത്തെ ഒരു നാള് ഞങ്ങൾക്ക് പറകുണ്ടു ചൊല്ലിയ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടാ? അവനുക്ക് ഈ വാതിൽ പ്രയോജന ഇല്ല, അവനുക്കൊരു സ്വലാത്തിലും പ്രയോജന ഇല്ല. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب الذين يؤمنون بالغيب. പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്കുള്ള മാർഗദർശിയുണ്ട് അല്ലാഹു ചൊല്ലോടാ. എന്നിട്ട് ആരാണ് മുത്തഖീങ്ങളുണ്ട്? ഖുർആൻ ചൊല്ലോടു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അദൃശ്യമായ കാര്യങ്ങള്, കണ്ണുകൾ കാണാത്തത്, ഞങ്ങളുടെ ബുദ്ധി കൊണ്ടിട്ട് ഉൾക്കൊള്ളണുകാവാത്തത്, കാതിൽ കേട്ട് പരിചയമില്ലാത്തത്, ചിന്തിച്ചിട്ട് ഞങ്ങൾക്കൊരു ധാരണകത്തുണുകാവാത്ത കനിക്കത്തെ കാര്യങ്ങള് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു തരുമ്പോ അങ്ങനമേ വിശ്വസിക്കുന്ന ആളാണ് മുത്തഖീങ്ങള്. അല്ലെ തെളിവുണ്ടാണ്ട് കേട്ട് നടക്കണമെങ്കിൽ അതൊക്കെ ഖുർആനിലുണ്ട് തെളിവായിക്ക്, ഹദീസിലുണ്ട്, അതൊക്കെ സയൻസിൽ എന്തിനുണ്ട് ഇണ്ടാണ്. അങ്ങനത്തെ രോഗം വന്നേ, അങ്ങനത്തെ ഒരു സംശയ, അങ്ങനത്തെ ഒരു മനോഭാവം മുസ്ലിമീങ്ങൾക്കില്ല. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, സുബ്ഹാനല്ലാഹ് ബുഖാരിയിലുണ്ട്. ആരാണ് ബുഖാരിൻ്റെ കൊന്തം? ഇന്ന ചില ആളുമാർക്ക് അങ്ങനത്തെ രോഗമുണ്ട്. അള്ളാഹു അങ്ങനത്തെ നിന്ന് ഞങ്ങളെ സമാജത്തെ അള്ളാഹു സമുദായത്തെ കാത്ത് സലാമത്താക്കട്ടെ. അൽഹംദുലില്ലാഹ് ഈ ഭാഗത്തിൽ എന്തും അത് ഇല്ലാണ്ട് നബീരിക്കലല്ലേ. അൽഹംദുലില്ലാഹ് വലിയ ഇസ്സത്താണത്. ഈ രായത്തെ ഏറ്റവും വലിയ ഇസ്സത്താണത്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തെ കളങ്കപ്പെടുത്തരൊക്കെ എനിക്ക് ഒരു ആശയില്ലാത്തത് വലിയ ഇസ്സത്താണ് ഒരു രായത്ത്. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അള്ളാഹു ആദരിച്ചങ്ങലൊട്ടിയുള്ള അനാദരവാണ് ഇതെല്ലാത്തതും കാരണം. ഈ വിശ്വാസം ഈ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. തെളിവെന്തിരെ കേൾക്കരുത്? കൊറിയ കാലത്തേക്ക് മുന്നോലില്ലാത്തതാണ്. ഖുർആനിൽ ഇന്നെങ്കിൽ ഞങ്ങൾ കൊന്തവിടെ, ഹദീസിൽ ഇന്നെങ്കിൽ ഞങ്ങൾ കൊന്തവിടെ. നിങ്ങൾ നോക്കോറൂല ഇണ്ട് ദുനിയാവിലുടെ ഹദീസിൻ്റെ ഗ്രന്ഥ എത്ര ഹദീസിൻ്റെ ദുനിയാവിലിക്കൂ. ഞങ്ങൾ എല്ലാ ഹദീസിനെ ബൈഹാട്ടാക്കട കണ്ടെങ്കിലും എത്ര ഹദീസിൻ്റെ ദുനിയാവിലിക്കൂ. ഇമാമീങ്ങളുടെ കൂട്ടത്തിൽ 10 ലാഖ് ഹദീസ് ബൈഹാട്ടാക്കിയ മഹാന്മാർ ഇന്നാർ. 10 ലാഖ് ഹദീസ് ഖിയാമത്ത് നാൾ വരേക്കും ഞങ്ങൾ ദച്ചിട്ട് ഹദീസിനെ കലക്റ്റാക്കടെങ്കിലും സംഗ്രഹാക്കടെങ്കിലും 1 ലാഖ് ഹദീസിനെ ഞങ്ങൾക്ക് പിടിക്കൊടുക്കുക സാധ്യമല്ല. ഒരേ 1 ലാഖ് ഹദീസിനെ സംഗ്രഹാക്കൊടുക്കുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഇണ്ടേ വരേക്കും അത് സാധ്യമായിട്ടില്ല. എങ്കിൽ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളെ പോലോത്ത, അബൂ ഹനീഫ ഇമാമിന്റെ പോലോത്ത, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലോത്ത, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുടെ പോലോത്ത, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുടെ പോലോത്ത മഹാന്മാർ ലാക്ക് കണക്കിൽ ഹദീസ് ബൈഹാട്ടാക്കിയ ആളുമാരാണ്. അങ്ങനെ ശിഷ്യന്മാർ ഉണ്ടാക്കിയ കണിക്കത്തെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തെ ഒരു ഹദീസിനെ നോക്കിയിട്ട് ചൊല്ലേ അത് ഷാഫി ഇമാമ ചൊന്നത് സമല്ല ഹദീസ് എതിർ. അബൂ ഹനീഫ് ഇമാമ ചൊന്നത് അത് സമല്ല നിസ്കാരത്തെ വിഷയത്തിൽ. അത് ഇവർ ആശയാണ് എൻ്റെ മുസ്ലിമീങ്ങളെ വലിയ ഒരു ഇടപെട്ട് ഒരു ഇക്കട്ടിലാക്കിയിട്ടുള്ളത്.
ചൊമ്മത്തെ ആളുമാറുള്ള അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അപ്പം നാ ചൊന്നോട്ട് വന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 4 മഅ്ശറത്തിൽ കാണണോ ചൊല്ല വിശ്വാസ വെച്ചിട്ട് ജീവിക്കുന്ന ആളുമാരാണ് ഞങ്ങൾ. മഅ്ശറത്തിൽ അള്ളാഹുടെ റസൂലിനെ കാണുകൊണ്ടു, ഹൗദുൽ കൗസർ അള്ളാഹുടെ റസൂലിനെ കയ്യിൽ നിന്ന് എടുത്ത് കുടിക്കൊണ്ടുകൊണ്ടു. അള്ളാഹു ആ സൗഭാഗ്യത്തെ ഞങ്ങൾക്ക് തരട്ട്. അതൊക്കെ ദൂരക്കും ഞങ്ങൾ എപ്പം ആമീൻ ചൊല്ല അല്ലേ. അള്ളാഹുവെ 4 മഅ്ശറത്തിൽ നിന്റെ ഹബീബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ എടുത്ത് കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെ പെടുത്തണോ അല്ലാ. ഇത് ചൊല്ലുമ്പോൾ ആമീന ചൊല്ലാത്ത മുസ്ലിം ഇല്ലേ? അള്ളാഹുടെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ എടുത്ത് കുടിക്കൊണുകു അള്ളാഹു ഞങ്ങൾക്ക് വിധിക്കൊണ്ടു ചൊല്ലുമ്പോൾ ആമീൻ ചൊല്ലാത്ത മുസ്ലിമിൽ എന്തേ? എല്ലാവർക്കും ഹൗദുൽ കൗസർ കുടിക്കൊടുക്ക ആശ ഉണ്ടു. പക്ഷെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോത്തുകു, ആ റസൂലുള്ളാഹി തങ്ങളെ 4 മഅ്ശറത്തിൽ കാണുമ്പോത്തുകു, ആ നബി തങ്ങളുടെ മുഖത്തെ ഞങ്ങൾ നോക്കുമ്പോത്തുകു അള്ളാഹുടെ റസൂല് പടിപ്പാട്ടി തന്നെ ആശയേന്തരവുണ്ട. അതൊക്കെ എതിരായിട്ടാണ് ഞങ്ങൾ ജീവനം നടത്തിരേണ്ട കണ്ടെങ്കിൽ ആ റസൂലുള്ളാഹി തങ്ങളുടെ മുഖം നോക്കണമെങ്കിൽ എങ്ങനെ ധൈര്യം വരൂ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാർ. അവിടെ സ്വഹാബത്തിലെ ശിഷ്യന്മാരുണ്ടല്ലേ, റോമയുടെ രാജാവരൊട്ടിക ചൊല്ലൂടെ റുകൂ ചെയ്ത രൂപത്തിൽ നിന്റെ എതിരക നങ്ങ ബറാല. കാരണം 4 അള്ളാഹുടെ റസൂലെ മുഖം നോക്കുമ്പോത്തുകു, 4 മഅ്ശറത്തിൽ അള്ളാഹുടെ റസൂലെ എതിര നങ്ങ നിക്കുമ്പോത്തുകു നബി തങ്ങമീത്ത് ഞങ്ങളൊട്ടിക അള്ളാഹ് റുകൂ ചെയ്ത രൂപത്തില്, അള്ളാഹ് റുകൂ ചെയ്ത രൂപത്തില് ഒരു കാഫിറായ രാജാവ്, ഇസ്ലാമിന്റെ ശത്രുവായ രാജാവ്, ആ രാജാവിടെ എതിരിൽ പോയി നിങ്ങൾ നിണ്ടാറല്ലേ എന്ന് കേട്ടെങ്കിൽ ആ നബി തങ്ങളെ മുഖം ഞങ്ങൾ എങ്ങനെ നോക്കണു? ഇനിയൊന്ന് കേക്കട്ടെ മുസ്ലിമേ, മരിക്കട സമയത്തിൽ പോലും അഥവാ ഏത് കളിക്കലാണ് നാണ് മരിക്കട ചൊല്ല ബിയാറ നക്കില്ല, വാഴ ചൊല്ലുടെ നാണ് പൂർത്തിയാക്കുക ചൊല്ല ഗ്യാരണ്ടി ഇല്ല, വാഴ കേക്കട നിങ്ങൾക്ക് പൂർത്തിയാക്കട ചൊല്ല ഗ്യാരണ്ടി നിങ്ങൾക്കില്ല. അങ്ങനെയല്ലേ മരണ ഈ കഴിഞ്ഞ റമദാനുക്ക് മുന്നോലു, റമദാന്റെ കൊറിയ നാളുക്ക് മുന്നോലു ഞങ്ങളിൽ നിന്ന് വിട ചൊന്ന വലിയ ഒരു ആലിമാണ് ഹാഫിദ് മസൂദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ്. നല്ല ഹാഫിദാണ്, വെറും ഹാഫിദ് മാത്രമല്ല ആലിമാണ്, ഖുർആൻ അറിഞ്ഞ ആലിമാണ്, ഖുർആൻ അറിഞ്ഞ ഹാഫിദാണ്. സുബ്ഹാനല്ലാഹ്, മരിക്കടണ്ട്, വഫാത്താവിടണ്ട്, മരിക്കടണ്ട്, റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിടണ്ട്. ജാബുകു വാഴ് ചൊന്നു വന്നിട്ട് കിടന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടിട്ട് കബറടക്കപ്പെട്ട കനിക്കെന്നാള് കബറിനെ ഉൽഗപിച്ചിട്ട് മണ്ണിട്ടിട്ട് എല്ലാം ഓടിട്ട് തൽക്കീനും തസ്ബീത്തും ചൊന്നു പിരിയുടെ കനിക്കത്തെ സമയ അണ്ടത്തെ 1ാമത്തെ ജാബുണ്ടല്ലേ, നാണുള്ള മഹല്ലുടെ മുട്ടത്തിലെ ബിർമിനെടുക്കാച്ചുള്ള ജാഗയില് വാഴക ഏറ്റെടുത്തിട്ടിന്ത് കാസർഗോഡ് നാണുള്ള മഹല്ലുടെ മുട്ടത്തെ മഹല്ലിലെ വാഴക ഏറ്റെടുത്തിട്ടിന്ത് മരണപ്പെട്ടിട്ട് ഖബറടക്കപ്പെട്ട കനിക്കത്തെ 1ാമത്തെ ജാവ്. മീത്ത ഇന്ന നാള് മരിക്കരേ ചൊന്നെങ്കിൽ 2 ജാവ് വാഴക ഡേറ്റ് കൊടുക്കാത്ത, അണ്ടത്തെ ജാവ് വാഴക ഡേറ്റ് കൊടുക്കാത്ത ഇല്ല. ഞങ്ങൾ മീ തുമ്പ്രത്തുക്ക് പോകുന്നുണ്ട് വിചാരിച്ചിര, അല്ലെങ്കിൽ ഹജ്ജുക്ക് പോകുന്നുണ്ട് വിചാരിച്ചിര, ഞങ്ങളെ ഫാമിലിയിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യക്രമം ഉണ്ടുണ്ട് വിചാരിക്കോറു. അണ്ടത്തെ നാളെ ഞങ്ങൾ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഞങ്ങൾ അപ്പം ചൊല്ലല്ലേ അണ്ട് നാണില്ലേ, അണ്ട് നാണില്ലേ. അതല്ലെങ്കിൽ അണ്ടത്തെ നാളെ എൻ്റെ ഔത്തും എൻ്റെ പ്രധാനപ്പെട്ട എന്നോട് ചങ്ങായിക മങ്ങിലുണ്ട് നക്ക അവിടെ പോകണ്ട കൊന്തില്ലേ, അണ്ട് മീറ്റിംഗ് വെച്ചങ്ങ് നാണില്ലേ ഞങ്ങൾ ഫസ്റ്റിಗೆ ചൊല്ലൂല്ലേ. പക്ഷെ മരണത്തെ ಬಗ್ಗೆ ആരെങ്കിലും ഒരാൾ ചൊന്നിട്ടിക്കുവാമ ഞാൻ അണ്ട് ബണ്ടില്ല വേദ അണ്ട് നാ മരിക്കടേണ്ട, അല്ലെങ്കിൽ അണ്ട് നാണ് കുർസു ബൈക്കൊണുക, മൈക്ക് ഓപ്പറേറ്റ് ആക്കൊണുക, ലൈവ് കൊടുക്കൊണുക, അഥവാ പ്രസംഗിക്കൊണുക, സ്റ്റേജിൽ ಬಂದು ദയിക്കൊണുക നാണില്ല. അണ്ടത്തെ നാള് നാ മരിച്ചിട്ടിക്കടെ, അണ്ട് നാ മരിക്കുന്ന നാള് ചൊന്ന ആൾമാർ ആരെങ്കിലും ഉണ്ടാ? ഒരു മുൻസൂചനയും ഇല്ലാണ്ടല്ലേ ഞങ്ങൾ മരിച്ചു പോണ്ടേ. പക്ഷെ ആ മരിക്കടെ കനിക്കത്തെ സന്ദർഭം അതിനെ ഞങ്ങൾ ആരും ഓർക്കില്ല, ബീരിക്കില്ല. നാ മരിക്കൊണുകൊണ്ടു നക്ക് മരണ ബറകൊണ്ടു ചൊന്ന ആരും ബീരിക്കില്ല. അതെല്ലാം മറന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കടെ. പക്ഷെ മരണത്തുക്ക് ഒരുങ്ങി നിൽക്കണം. ഞങ്ങൾ മരിക്കണുക്ക് വേണ്ടിയിട്ട് എപ്പോൾ മരിക്കണമെങ്കിലും ആ മരിപ്പുക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറായി നിൽക്കണം. എങ്ങനെ തയ്യാറായി നിൽക്കണേ? മരിക്കണുക തയ്യാറായി നിൽക്കണേ എങ്ങനെ? കഫൻ്റെ തുണിയെല്ലാം എടുത്തിട്ട് ഔത്തങ്ങൾട്ടെല്ലാം കൊടുത്തിട്ടു. മയ്യത്ത് ഇപ്പം എല്ലാം ഇപ്പം പാക്കേജ് ഉണ്ടല്ലേ, ഇപ്പം എല്ലാ വിഷയത്തിലും ബിസിനസ്.
ഉംറത്തെ വിഷയത്തിലും ഹജ്ജിന്റെ വിഷയത്തിലും കഫന്റെ തുണിയിലും ബിസിനസ്. സുബ്ഹാനല്ലാഹ്, എവിടെ എത്തിത്തു ചൊന്നെങ്കിലും ഉണ്ടല്ലേ ഈ ബാണിയാക്കടെ ആളുമാർ മീത്ത് ഇസ്ലാമിയത്തിനെ സംബന്ധിച്ചിട്ട് തെല്ലെങ്കിലും പഠിച്ചില്ലാണ്ട് കണ്ടെങ്കിൽ ഈ സമാജമേ ബെടക്കായി പോണ്ടു, ഈ സമുദായമേ ബെടക്കായി പോണ്ടു. ബാണിയാക്കടെ ആളുമാർ കളറെ പൂടുതൊന്നിക്കട്ട് ചന്ത നോക്കി സെലക്ട് ആക്കടെ. ചന്ത കാണുക വേണ്ടിയിട്ട് കളർ മുഖ്യ കനിക്കത്തെ വസ്ത്രം മരൽദിച്ചപ്പോൾ ഒരു പെണ്ണിങ്ങ ധരിക്കെടുതിരെ ഹുക്കുമു എന്തിരേ കേട്ട് പഠിക്കോ. ഇത് ഓരോ മഹല്ലടിസ്ഥാനത്തിൽ പെണ്ണിങ്ങ പഠിക്കണം. ഞങ്ങളെ മഹലിൽ ഒരു പെണ്ണ് മരൽ തെച്ചെങ്കിൽ എന്തെല്ലാം കഡ്ഡായാവിടു, എന്തെല്ലാം ഹറാമാവിടു, എന്തെല്ലാം ഞങ്ങൾക്ക് നിർബന്ധമുണ്ടു, ഏതെല്ലാം വിഷയത്തിൽ എക്സ്ക്യൂസ് ഉണ്ടു, അത് പഠിക്കണം. ചില ആൾമാർ കേൾക്കണ പോണ്ടേ ഉസ്താദെ, പിന്നെ ഒരു 40 നാൾ മരൽ തെച്ചെങ്കിൽ മയ്യാവാ 40 നാള് അങ്ങനത്തെ ഒരു കണക്കില്ല. 4 തിങ്കളും 10 നാളുണ്ട്. പിന്നെ കർപ്പുഞ്ചാണെങ്കിൽ പെരതുവരേക്കുമുണ്ട്. പിന്നെ ത്വലാഖ് ഫസ്ഖ് ഇതുപോലത്തതാണെങ്കിൽ വിവാഹബന്ധ വിച്ഛേദനായതാണെങ്കിൽ 3 വട്ടം മെൻസസ് ആയിട്ട് ശുദ്ധിയാവിടത് വരേക്കും അങ്ങനത്തെ കണക്കുണ്ട്. തീരെ മെൻസസ് ആവാത്ത എനിക്കൊരു പെണ്ണുണ്ട് കണ്ടെങ്കിൽ 3 തിങ്കൾ ഭർത്തി ചന്ദ്രമാണ കമറിയായ കണക്ക്. ഞങ്ങളെ ഈ കാലണ്ടർ കണക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് അതല്ല, ഷവ്വാൽ ദുൽഖഅദ് ദുൽഹജ്ജ് ഈ നിലക്കുള്ളേ ഈ ചന്ദ്രമാണ കണക്കിൽ 3 തിങ്കൾ ഭർത്തി ദയിക്കൊണ്ടു ചൊല്ലെ ഹുക്കുമുണ്ട്. ഈ 40 ചൊല്ലത് എവിടെമില്ല. പിന്നെ ഈ 40 ദയിക്കട്ട കേട്ട എന്തേ കേൾക്കുമ്പോൾ അല്ല അവಳು കർപ്പുഞ്ചി ಗಲ್ಗೆ ಟೆಸ್ಟ್ಗೆ പോകണോ കഷ്ടമുണ്ട് 4 തിങ്കൾ തെച്ചെങ്കിൽ അതിക്ക് 40 മയ്യാവ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാണ്ട്. സുബ്ഹാനല്ലാഹ്, കർപ്പുഞ്ചിട്ട് കണ്ടെങ്കിൽ 4 തിങ്കളും മയ്യാവില്ല, അവൾ പേരോലെ ദയിക്കണം. മാപ്പിള മരിക്കുമ്പോൾ 2 തിങ്കളത്തെ കർപ്പുഞ്ചി, അവൾ പിന്നെ 7 തിങ്കൾ ചില്ലാനെ ദയിക്കണം. ഇവർ ഒലിമ്പോ തിങ്കളെ കഴിഞ്ഞ് പേരെങ്കിൽ 7 തിങ്കൾ ചില്ലാനെ മരൽ ദയിക്കണം. അപ്പം ഇത് നാ ചൊല്ലുകൊള്ള കാരണ ഈ മർച്ചപ്പ ഉള്ള കനിക്കത്തെ മയ്യത്തിരെ കഫന് ചെയ്ത വിഷയത്തിൽ ഞങ്ങൾ അങ്ങാടിക്ക് പോയിട്ട് ഞങ്ങൾ അതിനെ കിട്ടിങ്ങനെ കുണപറമ്പത്തുകൂ ആരും ഞങ്ങൾ ആൾച്ചനാക്കില്ല. ഈ വിഷയത്തിൽ ഇതൊരു മയ്യത്തിനുമേ ബീരിക്കും. നിങ്ങൾ നല്ല തോരത്തെ മയ്യത്ത് അങ്ങാടി അവണ് കിട്ടിൽ കെട്ടാക്കി വെച്ചിട്ട് അത്ര വലിയ തോരത്തെ തുണിയൊന്നും അല്ല, അവന് നഷ്ടമാവും. അവൻ ഒരു മീഡിയം കണക്കാക്കിയിട്ട് വെച്ചിട്ട് ചിലപ്പോൾ നല്ല തോരവുള്ള മയ്യത്തേക്ക് വെക്കില്ല. ഇത്രേ ബന്നി നിങ്ങൾ നോക്കോറുള്ളൂ. ഞങ്ങൾ മുന്നുള്ള 5-6 വർഷത്ത് മുന്നിൽ ഇന്ന ചട്ടയുടെ ഇപ്പിടുക അവിടെ ഗുബിയക്കിട എവിടെ ബലിച്ചു പിടിച്ചിട്ട് ഒരു ഗുബിയിലേക്ക് ഇട്ടുവാട്ട പൊക്കുല അപ്പുറത്തിലും ഇന്നൊന്നും ഇപ്പുറത്തിലല്ല ടൈറ്റ് അവിടെ ഇതാവില്ല. അതേ കണിക്ക മയ്യത്തിലെ കഫന് ചെയ്ത തുണി ഞങ്ങൾ അങ്ങാടിൽ കിട്ടിയ റെഡിമെയ്ഡ് തുണി കൊണ്ടുവരുമ്പോൾ നല്ല തോരത്തെ ഒരു പെണ്ണിങ്ങ നല്ല തടീനെ ഒരു ആണിങ്ങാണ്ട് വീരിക്കോർ. അപ്പം ആ തുണി ചിലപ്പോൾ എക്കില്ല, ഇത്രേ വണ്ട് ഇങ്ങനെ വണ്ടില്ല. നിസ്കാരത്ത് കൈകെട്ടിയ രൂപത്തിൽ ആണ് ഞങ്ങൾ ഇതിനെ കെട്ട് ഈ കഫൻ്റെ തുണിയുടെ മടക്കിട ഇങ്ങനെ ഞങ്ങൾ ഈ കോട്ടിടില്ലേ, ഞങ്ങൾ കോട്ടിട്ട രൂപത്തിൽ കോട്ട് നോക്കാറുള്ള ഉൾട്ടയിട്ട ഇത് മേലുക വണ്ട് ഈ കെട്ട്. അപ്പം ആ രൂപത്തിൽ ഇതിനെ മടക്കുമ്പോഴത്തേക്ക് ഇത് കിട്ടില്ല. ഈ കഫൻ്റെ തുണി എന്തേ ഇത് മയ്യത്തക്ക് ഇത് മയ്യായിട്ടില്ല, ഇത്തര ഗേ ബണ്ടി. അപ്പം ഇത്തര ഗ്യാപ്പ് ഇത്തല്ലേ കഫൻ്റെ തുണി ഭർത്തി ബണ്ടിയിൽ എന്താക്ക ಇನ್ನೊരു തുണി അതിനെ മേലുക കവറാക്ക തീരുവ, അത് പാടില്ല. ഒരു മയ്യത്തിൻ്റെ ശരീരത്തെ പൂർണ്ണമായിട്ട് മൂടര കണിക്കത്തെ 3 തുണി ആണിങ്ങൾക്ക് നിർബന്ധമായിട്ടും അത് വേണം. അതിൽ റിയായത്തി ഇല്ല. അപ്പം അങ്ങാടിയിൽ കിട്ടിയ റെഡിമെയ്ഡ് അതിപ്പോൾ സാധാരണ ആളുകാണെങ്കിൽ മയ്യാവും. ഇനി കണ്ടാവട്ടെ ഉദ്ദവുള്ള ഒരു 7.5 ഫീറ്റുള്ള ഒരാളുണ്ടുണ്ട് വിചാരിക്കോറു കാല് പുറത്തു പോലും. അപ്പലെ ചില പങ്കാടിയോട് മസാല ചൊല്ലു അത് ഊഹദ് യുദ്ധത്തിൽ പണ്ട് പുല്ല് വെച്ചിട്ട് കഫൻ ചെയ്ഞ്ഞിരാറൂല ഭർത്തിക്ക് നാ ഒരു ടൂവാല് തൻ്റെ കാലടിക്ക് വേയിക്കോറു മയ്യാവാല. മയ്യത്തിന് പൂർണ്ണമായിട്ട് മൂടര കണിക്കെത്തത് ഇതിനാ ചൊന്നോട്ട് ಬಂದೆ ചില ബാണിയത്തെ ആളുമാറുള്ളാറല്ലേ. ನಾನು ಆರಿಗೆ ಬೇಜಾರಾವಣಗೂ ಬೇണ്ടി ಚೊಳ್ಳೆದಲ್ಲ, ಆರೆಂಗಿಲ್ ಆಕ್ಷೇಪಿಕಣಗೂ ಬೇണ്ടിട്ടാ ടാർഗറ്റ് ആക്കിയിട്ടാ ഡോസ് വെച്ചിട്ടാ ചൊല്ലതുമല്ല. ബാണി ആക്കടെ ആളുമാറ് ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് പഠിച്ചില്ലാണ്ട് കണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ചില്ലാണ്ട് കണ്ടെങ്കിൽ ഈ സമാജത്തെ തെരുതപ്പെടൂ, ഈ സമുദായം പടച്ചു പോണ്ടോ, സമുദായം പടക്കാവിടൂ. നിങ്ങൊന്ന് ആലോചനാക്കി നോക്കൂ. റീമാറുള്ളങ്ങനെ പരിശുദ്ധ റമദാൻ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ 5 കാര്യങ്ങളിൽ ഒന്നല്ലേ പരിശുദ്ധ റമദാൻ തിങ്കള്. ആ റമദാനിൽ പ്രത്യേകമായ നിസ്കാരമാണ് തറാവീഹ്. ആ തറാവീഹ് നിസ്കാര എത്ര ആളുകൾ നഷ്ടപ്പെട്ടു പോയിരേ.
എന്റെ കാരണാണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ചൊമ്മത്തെ ആളുമാറ് ചൊല്ലെന്തിനെ കൊണ്ടുണ്ട ഉസ്താദനക ഡ്രസ് എടുക്കൊണ്ടു പോയതാണ്. റമദാന്റെ ഓരോ ജാബ് മകരിബടെ നന്തര പോലും തറാവീഹയുടെ സമയം കഴിഞ്ഞിട്ട് 11 ഗಂಟೆ 12 ಗಂಟೆ എന്ത് കയാറ ചൊല്ലണു. റമദാന്റെ അവസാനത്തെ 10 സുബഹി 4 ഗಂಟೆത്തോളം തുറന്നു വെച്ച അങ്ങാടിയിന്ത് ഈ മാറുള്ള മുസ്ലിമീങ്ങള് ബാണിയത്തിൽ കാലി ലാഭം വന്നെങ്കിലും അയ്യാവാ, ബാണിയത്തിൽ കാലി ലാഭം വന്ന് പൈസട്ടി വെച്ചെങ്കിലും അയ്യാവാ. ഈ സമുദായത്തെ പിടപ്പിച്ചിട്ട് ഈ സമുദായത്തെ ബെടക്ക് തെരുക്കു നിങ്ങൾ ബലിച്ചോണ്ട് പോയിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടു. നിങ്ങൾക്കും നിസ്കാരം ഇല്ല, ബാക്കി നിങ്ങൾക്കും നിസ്കാരമില്ല. ആ രൂപത്തിൽ പരിശുദ്ധ റമദാന് പോലും ബാണിയത്തെ സീസണുള്ള തിങ്കളായി കണ്ടെന്നാണും നിങ്ങൾ ഉള്ളല്ലേ. ഇസ്ലാമുടെ അടിസ്ഥാനപരമായ പഞ്ചകാര്യത്തിൽ ഒന്നായ പരിശുദ്ധ റമദാൻ, ആ റമദാനിൽ ഞങ്ങൾക്ക് എന്തൊരു പ്രയോജനമുണ്ടു? ഒരു ബാണിയാകെ ആളുകളുടെ പ്രതിഫലം എന്തിനെ കൊണ്ടുണ്ട് മുസ്ലിമേ? അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. സത്യസന്ധനായ ഒരു ബാണിയാക്കിടവണു, കളവ് ചൊല്ലാണ്ട് ബാണിയാക്കിടവണു, ആരെ വഞ്ചന കാണ്ട് ബാണിയാക്കിടവണു, ഡോങ്കിയാക്കാണ്ട് ബാണിയാക്കിടവണു. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ സ്ഥാനമുണ്ടോ? രക്തസാക്ഷിയായിട്ട് ഷഹീദായി മരണപ്പെട്ടു പോയ ഗൻഗത്തെ ശുഹദായുടെ സ്ഥാനമുണ്ടോ? സിദ്ദീഖീങ്ങളുടെ സ്ഥാനമുണ്ടോ? നാല് മത്സരത്തിൽ അല്ലാഹുടെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലാണ്. നല്ല ബാണിയാക്കിടവണു, കളവ് ചൊല്ലാണ്ട് ബാണിയാക്കിയവണു, വഞ്ചനക്കാണ്ട് ബാണിയാക്കിയവണു. ബാണിയാ ചൊല്ലത് ചില്ലാരുടെ വിഷയമല്ല മുസ്ലിമേ. ആളുമാരെ ആവശ്യകത നിറവേറ്റി കൊടുക്കൂടല്ലേ. ഒരാളും ഈ റായത്തിൽ ബാണിയാക്കിടവണില്ലാണ്ട് കണ്ടെങ്കിൽ നാണ് ചോറുണ്ണ കാര്യക്ക് എവിടേക്ക് പോണു? നിങ്ങ ചായ ബേക്കൊണു ചായത്തെ പൊടിക്ക് എവിടേക്ക് പോണു? അതിനെ എവിടമാ കൊണ വന്നിട്ട് അതൊക്കെ പൈസ ഇൻവെസ്റ്റ് ആക്കിയിട്ട് ചിലപ്പോ നഷ്ടം വന്നു പോവും. അതിരം സഹിച്ചിട്ട് ഞങ്ങൾ ആവശ്യകത നിറവേറ്റി തണ്ടതല്ലേ ഒരു കച്ചവടക്കാരന്റെ ജവാബ്ദാരി. ചില്ലാരുടെ വിഷയമല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിക്ക് ചൊല്ലോടു, സ്വഹാബ സത്യസന്ധനായ കച്ചവടക്കാരന്, നല്ല നീതിമാനായ ബാണിയാക്കിടവണു, അല്ലാഹുവിനെ പേടിച്ചിട്ട് ബാണിയാക്കിടവണു. അല്ലാഹുടെ ഔലിയാക്കന്മാരെ സ്ഥാനത്തിലാണ്. നണ്ടൻ നിങ്ങളെ പോലത്തെ ബാണിയല്ല മുസ്ലിമീങ്ങള്. ഞങ്ങൾ ഔലിയാക്കന്മാരെ പോലെയുണ്ട് ഞങ്ങാറും പേരിക്കര വേണ്ട. കാരണം ഞങ്ങളെ ബാണിയത്തിൽ ഫർദ് നിസ്കാരമില്ല, സകാത്ത് കൊടുക്കില്ല. ഒരു പാവത്തെ ഉണു വന്നിട്ട് മീത് കടകേട്ടെങ്കിൽ കടകേക്ക് ഉണുക വേണ്ടിയിട്ട് പ്രത്യേകമായ ബോർഡ് അങ്ങാടിയിലുണ്ടോ അല്ലേ? സാല കേളി സ്നേഹ കലതുകൊള്ള വേടി. സുബ്ഹാനല്ലാഹ്. കട കൊടുത്തെങ്കിൽ വലിയ പ്രതിഫലല്ലേ? കട കൊടുത്ത ആൾക്ക് 50 ഉറുപ്പിക കട കൊടുത്ത ആൾക്ക് എത്ര സ്വതക്ക കൊടുത്ത കൂലി കൊന്തുണ്ട? ചിലപ്പോൾ സ്വതക്ക കൊടുത്തതിനെക്കാണ് യാറെ കൂലി കട കൊടുത്തപ്പോൾ കിട്ടു. സ്വതക്ക ചിലപ്പോൾ ആവശ്യമില്ലാത്ത ആൾമാരെ കൈക്കും സ്വതക്ക പോവും. നാണും റായത്തിൽ മിസ്കീന് ചൊന്ന് വിചാരിച്ച് കൊടുത്തേ, ഇനൊരാളും കൊടുത്തേ, പിന്നൊരാളും കൊടുത്തേ, എല്ലാവരും മിസ്കീന് ചൊന്ന് കൊടുത്തേ. ലാസ്റ്റ് പെരുന്നാളുണ്ട് നോക്കുമ്പോഴത്തേക്ക് അവന് 2-4 റെൻറ്റൊക്കെ കാറെടുത്തിട്ട് ചുറ്റി കൊണ്ടുള്ള ചുത്തോ പോയിര അവനക്ക് അത്തര സക്കാത്ത് കിട്ടി. എല്ലാവരും കൊടുത്തര് സക്കാത്ത് കൊടുത്തവണു ഓണ് പൊദ്ദരൊത്തു പോയി രക്ഷത്തിൽ, അല്ലെങ്കിൽ ഓണ് പോയി ബൈക്കിൽ ഓണ് കൊടുത്ത ആള് അവൻ 2-4 റെൻറ്റൊക്കെ മാറത്തി സ്വിഫ്റ്റ് എടുത്തറ. അത്തര ആൾമാർ അവന് സക്കാത്ത് കൊടുത്തറ. കൊടുത്തെങ്കിൽ എല്ലാവരും അവണിക്കേ കൊടുത്തര്. അല്ല കൊടുക്കണ്ടാണ്ടല്ല നാ ചൊന്നേ. സക്കാത്തിന് അവകാശങ്ങളെ ഞങ്ങൾ അറിഞ്ഞിട്ട് പിടിച്ചിട്ട് കൊടുക്കുന്നത് വിഷയം വേറെ. നാ ചൊന്നോണ്ട് വന്നേ, ഈ സക്കാത്ത് കൊടുത്ത കനിക്കത്തെ പാവപ്പെട്ട ഒരുപാട് ആളുമാറ് അല്ലേ? സക്കാത്തിന് അവകാശങ്ങൾ പാവപ്പെട്ട ആളുമാറ് അങ്ങനെ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ സക്കാത്ത് വീടില്ലേ? ഞങ്ങളെ സക്കാത്ത് വീടില്ലേ? അങ്ങനെ സക്കാത്ത് ഞങ്ങൾ കൃത്യമായി കൊടുക്കും. ഞങ്ങൾ അത് വലിയ വിഷയമാണ്. ഞങ്ങൾ ഈ ഫിത്ർ സക്കാത്ത് പ്രത്യേകിച്ചിട്ടുണ്ടല്ലേ, ഞങ്ങൾ ഔത്തിൽ എത്ര അരി കൊടുക്കണം കൊണ്ട് അരിയുടെ കെട്ട് തീനെങ്കിൽ മൈൻഡ് നേരക്കും മഞ്ഞ ഒട്രാശി എല്ലാവരും കൊടുത്ത് തീർത്തരമേ. ആചാർക്കും കിട്ടിയത്, റായത്തെ വലിയ പൈസക്കാരനും കിട്ടിയത്, എല്ലാവരും കിട്ടിയത്. ഈ ഫിത്ർ സക്കാത്തിൽ അറിയല്ലേ തറമ്പ് എങ്ങനെ വേണ്ട ചൊല്ലേ അതൊരു കെബറായി പോവല്ലേ, എല്ലാവരും എടുത്തുണ്ടേ. അങ്ങനെ ഫിത്ർ സക്കാത്ത് വീടാല. സക്കാത്തുക്ക് 2 ഫറദുണ്ട്. സക്കാത്തുക്ക് 2 ഫറദുണ്ട്. ഒന്നാമത്തെ ഫർദ് നീയത്ത്, രണ്ടാമത്തെ ഫർദ് അതൊരു അവകാശികേ കൊടുക്കണം.
അതിരവകാശിക്ക് കൊടുക്കണം. അതിരവകാശിക്ക് ഞാൻ കൊടുത്തരാമ. നീയത്ത് ചിലപ്പോൾ വെച്ചിട്ടിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അതും മറന്നിട്ടിക്കും. സക്കാത്ത് കൊടുത്ത ആൾമാർ, ചൊമ്മത്തെ ആൾമാരും അരി കൊടുക്കുമ്പോൾ, ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നീയത്ത് വയ്ക്കില്ലേ? ഏതുമാവട്ടെ അതിന് അവകാശിക്ക് കൊടുത്തരാമ. ഇല്ല ആർക്കെങ്കിലും കൊടുത്തു തീർത്തിരണ്ടങ്ങ നേരെ കിട്ടിയ ഒരു 5-6 കൊടുത്തിട്ട് തീർത്തിര അങ്ങ് വേണ്ടാണ്ട് അങ്ങ് സക്കാത്തിന് അവകാശി അല്ലാണ്ടും ചൊന്നിട്ടില്ല. അങ്ങനെ കൊടുത്ത സക്കാത്ത് വീടല്ല. സക്കാത്ത് അങ്ങനെ കൊടുത്തെങ്കിൽ വീടാല. ഞാൻ ചൊന്നോണ്ട് വന്നേ, പരിശുദ്ധ റമദാനിൽ ആ റമദാന്റെ പാതിര ജാവത്തോള ബാണിയാക്കിയ കനിക്കത്തെ ആളുമാർ നിങ്ങാക്കടെ ബാണിയ ചൊല്ലതുണ്ടല്ലേ വലിയ ഒരു ജവാബ്ദാരിയുള്ള കനിക്കത്തെ വിഷയ. സത്യസന്ധമായ കളവ് ചൊല്ലാണ്ട്, ഡോങ്കിയാക്കാണ്ട്, വഞ്ചനാക്കാണ്ട് ബാണിയാക്കിയ ആളുകൾ അള്ളാഹുടെ ഔലിയാക്കന്മാരുടെ സ്ഥാനമാണ് കൊണ്ടുകൊണ്ട് അള്ളാഹുടെ റസൂല് ചൊല്ലു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങനെ പടിപ്പാട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളെ ബാണിയ ഒരാൾ പാവത്തെ ഒരാൾ കടക്കെ കൊണ്ടു വന്നെങ്കിലും ബണ്ടിക്ക് മുന്നലേ ഞങ്ങൾ ബോർഡിട്ട് വെച്ചിര സാല കേಳಿ സ്നേഹ കಳೆതുകൊള്ളಬೇಡಿ. 6 സാലക്കേക്കോ ಬಂಡೆ ಗೊಂತುಂಡ ನಿರ್ವಾಹ ಇಲ್ಲತ ಕನಿಕತ್ತೆ ಆಳು നോക്കൊരു ചൊന്നല്ലേ സക്കാത്ത് അത് കിട്ടിയവണിಗೆ ചിലപ്പോൾ കിട്ടിയില്ല. അവനക്ക് തല വെച്ചല്ല, അവന് 10 ആൾ 50 ആൾ കൊടുത്തരാ, അവനിಗೆ കൊടുത്തരെ. അവൻ പാവത്തെ, അവന് ഫക്കീറ മിസ്കീനോ ചൊന്നിട്ട്. ഒരു ഫ്ലൈറ്റാ, എത്ര ഫ്ലൈറ്റിന്റെ വിജയ് മല്യ കട ആയിട്ട് ലാസ്റ്റ് വീട്ടോ തീരാണ്ട് ഓടിപ്പോയി. ആഴ്ചനാക്കി നോക്കും. കപ്പൽ ഇന്നയാള് വലിയ കപ്പല് എത്ര കോടി വേണാവും ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കോ. സാധാരണ ഒരു കപ്പൽ എത്ര കോടി വേണോ? അങ്ങനത്തെ കപ്പലിന്ന ആൾ മാറും മിസ്കിന്മാർ ഇക്കുവാർ ഇക്കാലേ. പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ ഓതുല്ലേ, മിസ്കീന്മാർക്കിൻ്റെ എനിക്കൊരു കപ്പൽ. മൂസാ നബിയും ഖിദിർ നബിയും യാത്ര ചെയ്യുമ്പോൾ കിട്ടിയ ഒരു കപ്പൽ. ആ കപ്പൽ ആരുടെന്ന് പരിശുദ്ധ ഖുർആൻ ചൊന്നി? മിസ്കീന്മാരുടെ കപ്പൽ. മിസ്കീന് ചൊന്നെങ്കിൽ സക്കാത്തിന് അവകാശിയാണ്. ഇവിടെ ഈ സക്കാത്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോൾ ചിലപ്പോൾ കൊടുത്തവണിക്ക് എല്ലാവരും കൊടുക്കുമ്പോൾ അവനക്ക് അതിന് ആവശ്യകതയ്ക്ക് ലായം കോണു കിട്ട്. അതേ സമയത്ത് കട ഒരാൾ കേക്കെടുപ്പ അനിവാര്യമായ സന്ദർഭം വേറെന്തോ മാർഗം ഇല്ലാണ്ടവണു. ചിലപ്പോൾ നല്ല അത്യാവശ്യം അവൻ്റെ സമ്പത്തല്ല ഇന്ത് ഇപ്പം അവನು ಸೋತು പോയിರ ಅವನಿಗೆ ഒരാളിട്ടിക കട കേൾക്കൊണ്ടു ನಾವು ಮರಿಲ್ಲ. ಅವಸಾನ ನಿವೃತ್ತಿ ಇಲ್ಲಾಂಟ ಬಂದು ಕಡ ಕೇಳ್ಕೊಂಬ ನಂಗೆ ಫಸ್ಟಿಗೆ ಬೋರ್ಡ್ ಇಟ್ಟು ಬೆಚ್ಚ ಸಾಲ ಕೇಳಿ ಸ್ನೇಹ ಕಳೆದುಕೊಳ್ಳಬೇಡಿ. ಈ ಬಾಣಿಯತ್ತೆ ಅವನಿಗೆ ಅಲ್ಲಾಂಟ ಔಲಿಯಾಕന്മാരെ സ്ഥാനമാനുണ്ടോ ചൊന്നെ. ഈ ബാണിയത്തെ ആളുകല്ല അള്ളാന്റെ റസൂല് ചൊല്ല 5 വിഷയ. ഒരാളുടെ ബാണിയത്തിൽ 5 കാര്യമുണ്ടാ അവൻ അള്ളാഹു പൊറുത്തപ്പെട്ട് കനിക്കത്തെ ബാണിയക്കാരനാൻ. നാ ചൊമ്മ വിശദീകരിക്കല്ല, ചെറിയ വിഷയമല്ലല്ലേ മുസ്ലിമീങ്ങളെ. ബാണിയാക്കടെ ചൊല്ലത് ചെറിയ വിഷയമല്ലല്ലേ. നിങ്ങൾ നോക്കില്ലേ പരിശുദ്ധമായ മക്കത്ത് ഹജ്ജിക്ക് പോയ ആളുമാർ, ഉംറത്തുക്ക് പോയ ആളുമാർ, ആ ഉംറത്തുക്കും ഹജ്ജിക്ക് പോയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയ കനിക്കത്തെ അതാ ജബൽ നൂർ പർവ്വതത്തുക്ക് പറ്റിയ സമയത്തിൽ, ജബൽ നൂറുക്ക് പറ്റിയ സമയത്തിൽ എത്ര നേര പത്തോണു, എത്ര ഗಂಟೆ പത്തോണു. അവസാനം പത്തി ദമ്മ് കെട്ടിയിട്ട് ഒന്ന് ചെറിയ ഒരു ശ്വാസം വിട്ടിട്ട് എന്തെങ്കിലും ഒന്ന് തെല്ല് കുടിക്കൊണു മീറ്റ് കിട്ടിയെങ്കിൽ ആ ചൊന്ന് കാക്കുമ്പോ തൂകൂ. സുബ്ഹാനല്ലാ, ചായ തെങ്ങാടി കണ്ട് അല്ലേ. ആ ജാഗിലും ചായ തെങ്ങാടി ഉണ്ടു. അവിടെ ഒരു ചായ ഞങ്ങൾ കിട്ടുമ്പോൾ തൂകൂ 500 ഉറുപ്പ്യ ഒരു ചായത്ത് കേണ്ട് ചൊന്നെങ്കിൽ പോലും അത് കൊടുത്തിട്ട് കുടിക്കൊണ്ടു ഞങ്ങൾ തയ്യാറാൻ. കാരണം അത്രക്കും ഞങ്ങൾ ചായ വേണോച്ചുള്ള അനിവാര്യമായ സന്ദർഭം. ഒരു കുപ്പി തണ്ണി കവച്ചുള്ള 300 ഉറുപ്പ്യ ഉണ്ട്. 15 റിയാൽ ചൊന്ന 15 റിയാൽ ഒരു കുപ്പി തണ്ണിക്ക് സുബ്ഹാനല്ലാ 1/2 റിയാൽ കിട്ടരുത്. അല്ലെങ്കിൽ 1 റിയാൽ കിട്ടുക തണ്ണിക്ക് 15 റിയാൽ ചൊന്നെങ്കിലും ആ ജാഗൽ ഞങ്ങൾ എടുത്തു കുടിക്കറ അനിവാര്യമായ സന്ദർഭ. അങ്ങനെ അവന് ബാണിയാക്കാമ 15 റിയാൽ വിൽക്കാമ ഇല്ല, അത് മസാല വേറെ വിഷയം വേറെ. പക്ഷെ അങ്ങനെ ഒരാൾ ചൊന്നെങ്കിൽ പോലും ഞങ്ങൾ എടുക്കൊണുക തയ്യാറാണ്.
അപ്പം നങ്ങ ബീരിക്കിടെന്തിരെ അവൻ ഔഡ്രെ പുറത്തോണ്ട് പറഞ്ഞല്ലേ സുബ്ഹാനല്ലാഹ് എങ്ങനെ അവൻ ഔഡ്രെ എത്ത് പാട്ടിട്ടിക്ക് ഈ ജാഗ്യക്ക് ചില്ലാരുടെ വിഷയമല്ല മുസ്ലിമേ ബാണിയാ ചൊല്ലിയത് ആ ബാണിയത്തിൽ അള്ളാഹു പൊരുത്തപ്പെട്ട തരത്തിലുള്ള ബാണിയാക്കിടെങ്കിൽ മഹാന്മാരായ സ്വഹാബത്ത് ചൊല്ലേ സ്വാലിഹീങ്ങൾ ചൊല്ലുടെ മൻ അറാദ അൻ യകൂന കസ്ബുഹു ത്വയ്യിബാ ഫഅലൈഹി അൻ യഹ്ഫദ ഖംസത അശിയാ അല്ല പൊരുത്തപ്പെട്ട തരത്തിലുള്ള ബാണ്യക്കാരൻ നീനാവണ അത് എത്ര ചെറിയ ഗൂഢങ്ങടിയെ കേട്ട് എത്ര വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് കേട്ട് എത്ര വലിയ സൂപ്പർ മാർക്കറ്റ് കേട്ട് ബംഗാര അങ്ങാടി എനിക്ക് കേട്ട് അല്ല പൊരുത്തപ്പെട്ട തരത്തിലുള്ള ബാണ്യക്കാരനാവണ 5 വിഷയത്തെ നീന ജാഗ്രത ആക്കണു. ഒന്നാമത്തെ സ്ഥലത്താണ് ചുരുക്കിട്ട് ഷോർട്ടാക്കി ചൊല്ലൂടെ. ഒന്നാമത് മഹാന്മാർ ചൊല്ലൂടെ അല്ലാ യുഖിറ ശൈഅൻ മിനൽ ഫറായിദില്ലാ ലിഅജലിൽ കസ്ബി വലാ യുദ്ഖിലു നഖ്സ ഫീഹാ അല്ലാ യുഖിറ ശൈഅൻ മിൻ ഫറായിദില്ലാഹി തആല ലിഅജലിൽ കസ്ബി. അല്ല നിർബന്ധമാക്കിയ ഏതെങ്കിലും ഒരു വിഷയ, അല്ല ഫർളാക്കിയ കഡായമാക്കിയ ഏതെങ്കിലും ഒരു വിഷയത്തെ ബാണിയത്തുക്ക് വേണ്ടിയിട്ട് നീന് പിന്തിക്കൊണുകു തീരാ. ബാണിയാക്കൊണുകു വേണ്ടി അല്ല ഫർളാക്കിയ ഒരു വിഷയത്തെ നീ ലേട്ടാക്കൊണുകു തീരാ. ഉദാഹരണക്ക് നല്ല ബാണിയ സ്കൂൾ ಬಿಟ್ಟು ಬಂದ ಟೈಮ್ ಮಕ್ಕ ಆ ಟೈಮಲ್ಲಿ ಸುಮಾರು ಲಾಲಿ ಬೋಂಡು ಬೋಟಿ ಬೋಂಡು ಕುರುಕುರೆ ಬೋಂಡು ಲೇಸು ಬೋಂಡು അതേ ടൈമിൽ അസർ ബാങ്കോടും. ഇപ്പം അസർ ബാങ്ക ഇത് അവല് വക്ത നിസ്കാരത്തിന് ഞാൻ പോയെങ്കിലും ഈ കുറുക്കുരെ ലേസ് ബാണിയാവില്ല. ഇത് അപ്പുറത്തെ വേറെ ആരെങ്കിലും തക്കിട്ട് ഈ ലാഭ. അപ്പോൾ ഓണെന്താക്കര ഒരു 5:30-6 ഗಂಟೆ ആകുമ്പോൾ നിസ്കരിക്കുക തൊന്തരല്ല. മഗ്‌രിബ് ഒരേ ടൈമുണ്ടല്ലേ. എന്തൊക്കെ ഈ ലാഭത്തിന് വേണ്ടി, ഈ ദുനിയാവിടെ താത്കാലികമായ ലാഭത്തിന് വേണ്ടി അല്ല ഫർളാക്കിയ ഒരു നിർബന്ധമായ വിഷയത്തെ പിന്തിക്കൊണുകു തീരാ. എത്ര വില വിഷയത് നിന്റെ ഈമാനുള്ളങ്ങളെ എത്ര ആളുകത് സാധ്യാവിടൂ, ഏതൊരാളുകത് സാധ്യാവിടാ. ആ ബാണ്യക്കാരന് അല്ലാഹുടെ റസൂല് ചൊല്ലുടൂ അല്ലാഹുടെ സ്വാലിഹീങ്ങളുടെ സ്ഥാനമാണ് അവനുകൊണ്ടു. രണ്ടാമത് മഹാന്മാർ ചൊല്ലുന്ന ചൊമ്മ വിശദീകരിക്കല്ല ലാ യുഅ്തി അഹദൻ മിൻ ഖൽഖില്ലാഹി തആല ലിഅജലിൽ കസ്ബി. ബാണ്യത്തുക നിന്റെ നയിപ്പുക നിന്റെ ബിസിനസ്സുക വേണ്ടിയിട്ട് അള്ളാഹുടെ പടപ്പുകളിൽ നിന്ന് ഒരേ ഒരു പടപ്പുടെ ഒരു സൃഷ്ടിനെയും നീ നൊമ്പലാക്കൊണുക തീരാ, ഇടങ്ങീരാക്കൊണുക തീരാ. ഒരു തറക്കാരി ബാണ്യാക്കരവണ് ഉപയോഗിക്കുക. ഗൽഗെ ആട് ബണ്ട് പൈ ബണ്ട് പാവ പൈച്ചിട്ട് ബണ്ട് ಅದಕ್ಕೆ ಗೊತ್ತಿಲ್ಲ ಇದು പൈസ കൊടുത്തിട്ട് എടുക്കാനായ സാമാണ്. നിന്റെ ചിലപ്പോൾ ബീൻസ്ക്ക് ബായിಡ್ರ പൈ വന്നിട്ട് ആ തറക്കാര ബാണ്യത്തോണ് ഇത്ര വലിയ ഈട്ടിക്കനിക്കത്തെ ദൊണ്ണാക്കി വെച്ചിര അങ്ങടെ ഉൽಗ ಕ್ಯಾಶರ್ಲ ಕೌಂಟರ್ಲ ದೆಚ್ಚವಡಿಗೆ ತಲೆ ಕಡಿಕೊಣಗು ಪಾಡಿಲ್ಲ. നിന്റെ ലാഭത്തിന് വേണ്ടി, നിന്റെ ബാണ്യത്തിന് വേണ്ടി അള്ളാഹുടെ പടപ്പുകളിൽ ഏതെങ്കിലും ഒരു പടപ്പുടെ നീന് നൊമ്പലാക്കുക തീരാ. പിന്നല്ലേ ഒരു ജീവിങ്ങ മൃഗത്തെ പോലും നൊമ്പലാക്കണക തീരാണ്ട് കണ്ടെങ്കിൽ പിന്നെ നീನು ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അതല്ലെങ്കിൽ ഒരു മനുഷ്യരെ നീ അടങ്ങിയിരാക്കണക തീരുവ ബാണ്യത്തിന് വേണ്ടിയിട്ട്, ലാഭത്തിന് വേണ്ടി. മൂന്നാമത് ചൊല്ലു അൻ യഖ്സിദ ബികസ്ബിഹി ഇസ്തിഅഫാഫൻ ലിനഫ്സിഹി വലിഇയാലിഹി വലാ യഖ്സിദ ബിഹിൽ ജംഅ വൽ കസ്റാ. നിന്റെ നയിപ്പ് കൊണ്ട് കച്ചവട കൊണ്ട് ബാണിയ കൊണ്ടിട്ടു നന്റെ കുടുംബ നന്റെ പെഞ്ഞായി മക്ക ആരട്ടിಗೆ ಕೈ ಕಾಟುಣಗು ತೀರ ಐಕ್ಕೆ ಬೇಂಡಿ ನಾನು ನೈಕಡೆ ನಾನು ಬಾಣಿಯಾಕಡೆ ചൊല്ലകനിക്കത്തെ നല്ല നീയത്ത് നിക്ക് വേണം. എന്തിനാ ബാണിയാക്കുമ്പത്തുക്ക് നീയത്ത് അഥവാ നെയ്ക്കൊമ്പത്തുക്കു കൂലി സ്വറാക്കര അവനുണ്ട് വിചാരിക്കുക. ആ സ്വറാക്കുമ്പത്തുക്കുള്ള നീയത്ത് എന്തിരെ അവൻ്റെ സ്വറ കൊണ്ടിട്ടുള്ള നീയത്ത് നന്റെ പെഞ്ഞായി മക്ക ആരട്ടിಗೆ ಕೈ ಕಾಟುಗು ತೀರ ಐಕ್ಕೆ ಬೇಂಡಿ ನಾನು ನೈಕಡೆ നന്റെ പെഞ്ഞായി മക്ക ആരട്ടിಗೆങ്കിലും ಬೇಂಗೊಣಗು ತೀರ ಐಕ್ಕೆ ಬೇಂಡಿ ನಾ ബാണിയാക്കടെ. ഈ നീയത്തിലുള്ള നിന്റെ നെയ്പ്പ ആ നെയ്പ്പുക്ക് വലിയ ബലമുണ്ട്, ആ നെയ്പ്പുക്ക് വലിയ സ്ഥാനമുണ്ട്. അതേ സമയത്തിൽ വലാ യഖ്സിദ ബിഹിൽ ജംഅ വൽ കസ്റ. ഇത് നക്ക് 4 ബസ്സുണ്ട്. 8 വർഷം നാ ജൗലിരെ ബാണിയാക്കിയിട്ട് 4 ബസ് എടുത്തരെ. ഇനിയും ഈ റമദാനിൽ ഒരു ജാവും തറാവി നിസ്കരിക്കാണ്ട് സുബൈത്തോല ബാണിയാക്കിയിട്ട് ബന്ധാക്കാണ്ട് 5ാമത്തെ ബസ് ശവ്വാൽ തിങ്കൾ എടുക്കരാച്ചുള്ള നീയത്ത് അത് പാടില്ല. സമ്പത്തിരെ യാറാക്കൊണുക സ്വത്തിരെ യാറാക്കൊണു ചൊല്ല നീയത്തിൽ ബാണിയാക്കൊണുക തീര. മഹാന്മാരായ സ്വാലിഹീങ്ങൾ ചൊല്ലി
ഇതെല്ലാം ഇന്നെങ്കിലാണ് അങ്ങനത്തെ കച്ചവടക്കാരന് ബാണ്യക്കാരന് അള്ളാഹുടെ സ്വാലിഹീങ്ങളുടെ കൂടെ സ്ഥാനമാനമുള്ളു. നാലാമത് അല്ലാ യജ്ഹദ നഫ്സഹു ഫിൽ കസ്ബി ജിദ്ദാ. സ്വന്തം തടിരുണ്ടല്ലേ നിന്റെ നയിപ്പുക വേണ്ടി, കച്ചവടത്തുക വേണ്ടി, ബാണ്യത്തുക വേണ്ടി നിന്റെ സ്വന്തം തടിര നീന് തളർത്തൊണുകു തീറ, നിന്റെ തടിര നീ അടങ്ങിയിറാക്കൊണുകു തീറാണ്. അതെങ്ങനെ ബാബ തടിരടങ്ങിയിറാക്കടെ? തടിര എടങ്ങിയിറാക്കടെ ചൊന്നെ നയിപ്പോ ചൊന്നെങ്കിൽ ഓവർ ടൈം ആക്കൊണുക വേണ്ടി, അഥവാ യാര ലാഭ കിട്ടുക വേണ്ടി, യാര ബാണിയാവണുക വേണ്ടി വറക്ക് കഴിഞ്ഞിട്ട് സുബൈ 4 ഗಂಟೆത്തോളം നീ ബാണിയാക്കടെ. ഉദാഹരണ നിന്റെ തടിക്ക് അത് ആരോഗ്യത്തെ ബാധിക്കാലേ, നിന്റെ തടിക്ക് ബുദ്ധിമുട്ടാവിടെ രൂപത്തിലുള്ള ഒന്നും പാടില്ല. അഞ്ചാമത് ചൊല്ലു അല്ലാ യറാ റിസ്ഖഹു മിനൽ കസ്ബി വയറ റിസ്ഖ മിനല്ലാഹി തആല വൽ കസ്ബു സബബാ. നീ എന്തിര ബാണിയാക്കിയെങ്കിലും, എന്തിര സ്വറാക്കിയെങ്കിലും, എന്തിര നയിച്ചെങ്കിലും ഇത് എല്ലാം നക്ക് റിസ്ക് തൻ്റെത് അല്ലാഹു. ഇതൊന്നും നിൻ്റെ റിസ്ക് അല്ല, നക്ക് റിസ്ക് തൻ്റെത് അല്ലാഹു. പിന്നെ നിൻ്റെ നയിപ്പു, നിൻ്റെ ബിസിനസ്, നിൻ്റെ സ്വറ, നാണാക്കടെ കൂലിപ്പണി, ഇത് അത് നക്കല്ലാഹു റിസ്ക് തൻ്റെക്കൊരു കാരണ മാത്ര ചൊല്ല ഈമാൻ, അവർ ഉറച്ച ഈമാൻ. ഈ വിശ്വാസം ഇത് ചൊമ്മ വിശദീകരിക്കൊണ്ടുള്ളത് ഓരോ വിഷയത്തെ നാ ഷോർട്ടായി ചൊന്നിട്ട് മാത്രം. ഈ ഒരു വിശ്വാസം, ഈ ഒരു 5 കാര്യം ഞങ്ങളെ ബാണ്യത്തിലുണ്ട് എങ്കിൽ അവണു സത്യസന്ധമായിട്ടൊരു കളവും ചൊല്ലാണ്ട്. ഇന്ന് കളവ് ചൊല്ലാണ്ട് ബാണ്യാക്കിടെ ആൾമാരുള്ളാറ ചൊല്ലുമ്പത്തേക്ക് ചൊല്ലാറ് ഉസ്താദെ ബാണ്യത്തിൽ കളവ് ചൊല്ലാണ്ട് ഇക്കൊണുകാവിട ആവണു. ഒരു കളവും ചൊല്ലാത്ത ഒരു ബാണിയാക്കിടെ ആളാവണ ഒരു മുഅ്മിൻ. കളവ് ചൊല്ലാണ്ട് ബാണിയാക്കിയെങ്കിൽ സാധ്യമായില്ലെങ്കിൽ നീ ബാണിയാക്കൊണു തീര. നിനക്ക് ഈമാനുണ്ടാ, നീ അള്ളാഹുടെ പേടിച്ച് ജീവിക്കൊരാളാ. നാളെ മരിക്കൊണുകൊണ്ടോ ചൊല്ല ബിയാറവുണ്ടാ. നാ ചൊന്നിലെ മരിക്കൊണുക ഞങ്ങൾ റെഡിയായി നിൽക്കണു. ആ വിഷയത്തെ ചൊന്ന് നാ വാതിനിപ്പാട്ടെ മരിക്കൊണുക റെഡിയായി നിൽക്കൊണായ കനിക്കത്തെ ആളുമാറല്ലേ ഞങ്ങ. പിന്നെ കളവ് ചൊന്നിട്ട് ബാണിയാക്കിയെങ്കിൽ വഞ്ചനാക്കിയിട്ട് അത് എത്ര ചെറിയ നിസ്സാരമായ വിഷയമാണെങ്കിൽ പോലും നീ ഒരു ബൊണ്ട ബാണിയാക്കിற ഉപയോഗിക്കുക. ബൊണ്ട എടുത്തിട്ട് ആദത്തില്ലാത്ത അഥവാ ബൊണ്ടത്തെ ಬಗ್ಗೆ ഗൊന്തില്ലാത്ത ഒരാൾ ചൊല്ലി നക്ക് ബലഞ്ഞത് തരണ്ട, എൽത്ത് തരുൺ. ഓൻ വെറുതെ സൊണ്ടി നോക്കി ചെന്ന അല്ലത്തുണ്ട്. ഔത്ത് പോയി നോക്കുമ്പോൾ സുബ്ഹാനല്ലാ ഉണ്ട് വട്ടേ കൊതിരിട്ടില്ല, ലാസ്റ്റ് കത്തിൽ ഉരിഞ്ഞിട്ട് കുടിച്ചിരവണ്. അങ്ങനത്തെ ബലഞ്ഞത് ഉദാഹരണം ഞാൻ ചൊല്ലി. ഏത് ഇത് ബൊണ്ട ചെത്തിട്ട് കൊടുക്കരവണാവട്ട്, അതല്ല ഏത് നിലക്കുള്ള വലിയ വലിയ ബിസിനസ്സിരവണാവട്ട് കളവ് ചൊന്നിട്ട് ബാണിയാക്കുക തീറ. ഒരു മുഅ്മിന്റെ നാവില് കളവ് വരാലെ. നബി തങ്ങളെ സ്വഹാബികളല്ല അല്ലാഹുവിന്റെ റസൂലുടെ കേട്ട് നബിയെ ഒരു മുസ്ലിമായ ആള് വ്യഭിചാരാക്കുവാണ്. വലിയ ഗൗരവത്തെ വിഷയ. ഒരു മുഅ്മിൻ, ഒരു ഈമാനുള്ള ഒരാള് അവന്റെ ഭാഗത്തിൽ വ്യഭിചാര ബറുവ നബിയേ. റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുവ ഖദ് യകൂനു, ചിലപ്പോൾ വന്നു പോവും സ്വഹാബാ, ചിലപ്പോൾ വന്നു പോവുണ്ട്. വ്യഭിചാരിക്കൊണ്ടുണ്ടല്ല ഒരു മുഅ്മിൻ, ചിലപ്പോൾ ഒരു മുഅ്മിന്റെ ഭാഗത്തിൽ അത് വന്നു പോവാം. അങ്ങനെ വന്നുപോയെങ്കിൽ ഐക പരിഹാരമുണ്ടോ, തൗബവുണ്ടോ? സ്വഹാബത്ത് കേൾക്കട്ടെ, നബിയെ ഒരു മുസ്ലിമായ മനുഷ്യന് കക്കുവാണ് നബിയേ, ഒരു ഈമാനുള്ള ഒരാള് കള്ളതനാക്കുവാണ് നബിയേ. ഒരു മുഅ്മിൻ കള്ളാവാണാണ്ട് കക്കുവാണാൻ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു ഖദ് യകൂൻ, ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ ഒരു മുഅ്മിന് കക്കുണ്ട്. കക്കുന്നുണ്ടല്ല ഈ കള്ളതനാ ചൊല്ലത് ചിലപ്പോൾ ഒരു മുഅ്മിന്റെ ഭാഗത്തിൽ വരൂ. മൂന്നാമത് സ്വഹാബത്ത് കേൾക്കര ഹൽ യക്ദിബു മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ കളവ് ബറുവാ നബിയേ, ഒരു മുഅ്മിന് കളവ് ചൊല്ലുവാണ് നബിയേ. ഏതൊരു മുസ്ലിമായ ആളാണെങ്കിൽ പോലും, ആണാവട്ടെ പെണ്ണാവട്ടെ, കളവ് പണ്ടവും അത് ഈമാനുള്ള നാവല്ല. കളവൊരു മുഅ്മിന്റെ ഭാഗത്തിൽ വരാലാണ്. പിന്നെ കളവ് ചൊല്ലുക ചില ജാഗില് റിയായിത്തി ഉണ്ട്. ചൊല്ലത് കളവാണെങ്കിലും ഒരു 3 ജാഗില് കളവ് ചൊല്ലല് റിയായിത്തി ഉണ്ട്. അവിടെ കളവ് ചൊല്ല.
ആ മൂന്നിൽ ഒരു ജാഗ ഏത് ഗൊന്തുണ്ട ഒരു മാപ്പിളക്ക് കൊസിയാവണക്ക് വേണ്ടിയിട്ട് പെഞ്ഞായി ചൊല്ലെ കളവ്, അല്ലെങ്കിൽ ഒരു പെഞ്ഞായിക്ക് കൊസിയാവണക്ക് വേണ്ടിയിട്ട് മാപ്പിള ചൊല്ലെ കളവ് പെഞ്ഞായിരൊട്ടിಗೆ ಅದಕ್ಕೆ റിയായിത്തി ഉണ്ട്. അതെങ്ങനെ ഉസ്താദെ പെഞ്ഞായിരെ കൊസിയാക്കോ കളവ് ചൊല്ലി ഇന്ന് വാഴ കഴിഞ്ഞിട്ട് ആൾച്ചനാക്കിയിട്ട് നാളെ പോയി ചൊന്നരണ്ട ഇതരി നാ ഒരു സോട്ട് തീ കൂടിരെ നിൻ്റെ ഒട്ടിക്ക് ഇണ്ട് വരെ ചൊന്നിട്ടില്ലേ 1.5 ലാക്ക് പാരിയിട് ഇൻഷാ അല്ലാ നിക്ക് നാ നെക്ലെസ് എടുത്തണ്ട്. അല്ലെങ്കിൽ നീ എപ്പോഴും ടാസ്സാക്കിക്കൊണ്ടിരുന്നില്ലേ കലുത്ത് കിടക്കും ഒരു ഡെയിലി യൂസ് ഒരു ചെയിൻ, ആ ഒരു ചെയിൻ ഒരു പെൻഡൻറ്റ് എടുത്തണ്ട് ഒരു ഭാര്യക്ക് സിഹിത്ത് എപ്പോഴും എടുത്തണ്ട് ഇൻഷാ അല്ലാ സോടത്തിൻ്റെ പൈസ ഒരു 4 തെക്കിട്ട് 5-ാമത്തെ എടുത്തണ്ട്. 5-ാമത്തെ സുബൈക്ക് അവൾ ಬೇಗ ಎಂಚಿರಲ್ಲ പിക്നിക്ക് പോകുമ്പോൾ ಎಂಚകനിക്ക് ಎಂಚಿಟ್ಟು സുബൈക്ക് പിണ്ടി 5 ಗಂಟೆಗೆ ആയിരു സുബൈ വാങ്ങ് മുതൽ പിണ്ടി അടുപ്പിൽ വെച്ചിട്ടായിരു എല്ലാമായിട്ട് 8:30 ಗಂಟೆ റെഡി ആയിരല്ല മലബാർ അങ്ങാടി ഓപ്പൺ ആകുമ്പോഴത്തേക്ക് പോകണം ചെയിൻ എടുക്കൊണ്ട് നോക്കുമ്പോൾ ഓൺ ചൊന്ന ഉസ്താദ് മുഞ്ഞാണ്ട് വാളിൽ ചൊന്ന ನೆನಪಿല്ലേ പെഞ്ഞായിരെ കൊസിയാക്ക് പാട്ടോ വേണ്ടി കളവ് ചൊല്ല ഞാൻ വെറുതെ കുറേ കളവ് ചൊന്നില്ല എനിക്ക് കൊസിയാക്കണം കൊണ്ട് ആ കളവല്ല. ആ കളവിൽ പെഞ്ഞായിക്ക് കൊസി പോയിട്ട് പിന്നെ അവിടെ ഇന്ന് എല്ലാ കൊസിയും നഷ്ടപ്പെടും, ആക്കിയ പിണ്ടിലെ പോലും അടി പിന്നെ അങ്ങനത്തെ കളവല്ല. പിന്നെ പെഞ്ഞായിരെ തൃപ്തിപ്പെടുത്തണ കളവ് ചൊന്നെങ്കിൽ ഒരു ഉദാഹരണ ചൊല്ലെ പെഞ്ഞായിരെ തൃപ്തിപ്പെടുത്തണ ഒരു മാപ്പിള അഥവാ ഒരു ആണ് മാപ്പിളയുടെ തൃപ്തിപ്പെടുത്തണ ഒരു കളവ് പെഞ്ഞായി ചൊല്ലേ ചൊന്നെ കൈക്കൊരു ഉദാഹരണ ചൊല്ലെ. ഉദാഹരണക്ക് ഒരു ആണിങ്ങ സ്വറ ಬಿಟ್ಟಿಟ್ಟು ನೈಪರೆ ಬಿಟ್ಟಿಟ್ಟು ಔತುಗು പോണ്ടേ പോകുമ്പോഴത്തേക്കൊണ്ട് ಸಂಬಳ കിട്ടിയിട്ടില്ലമ്മ ടെൻഷന ബേജാറ എന്തിരമാ ഒരു മനസ്സിക്ക് ദുഃഖമുണ്ട് തടയണകാവാത്ത ബേജാറുണ്ട്. ഓൻ്റെ മുഖം നോക്കുമ്പോഴത്തേക്ക് പെഞ്ഞായി നല്ല പ്രതീക്ഷയിൽ നല്ല ആശയിൽ മാപ്പിളയുടെ കാത്തു നിன்றേ ഓൺ പോയി നൂളുമ്പോഴത്തേക്ക് അവളുടെ മനസ്സിലേക്ക് പടച്ചോണ്ടെന്ന് എൻ്റെ മാപ്പിള എന്തോ ഒരു ബേജാറിലുണ്ട്. അവൾ കാണുമ്പോഴത്തേക്ക് അവൾക്ക് ഡല്ലായാൽ അപ്പോൾ ചൊന്നാലേ എന്തേലും നിങ്ങൾ ഇത്ര ഒരു ബേജാറിലുള്ളേ എന്തോ ഒരു ബേജാറിലുള്ളായിരുന്നു നിങ്ങൾ. അപ്പോൾ ഓണു പെഞ്ഞായിരൊട്ടിക്ക് പിരിസുള്ള ആളാണെങ്കിൽ നക്കെങ്ങനെ ബേജാറുണ്ടല്ലേ എൻ്റെ പെഞ്ഞായിക്ക് നാ എന്തൊക്കെ ബേജാറാക്കട്ടെ ടെൻഷൻ ആക്കട്ടെ ചൊന്നിട്ടു ഇല്ലടി എന്ത് ബേജാറില്ല അത് സ്വറാക്കിയിട്ട് ഒരു സുസ്തുൾ നൻ്റെ അങ്ങനെ കാണ്ടായിട്ട് കുടിക്കും എന്ത് ബേജാറില്ല റാഹത്തിലുള്ള അൽഹംദുലില്ലാ ചൊല്ലക്കളവ് എന്തുക്ക് എൻ്റെ പെഞ്ഞായിക്ക് ബേജാറാവണ്ടാണ്ട്. അപ്പം ഈ രൂപത്തിൽ പെഞ്ഞായിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അഥവാ ഒരു പെഞ്ഞായിരൊട്ടിക്ക് ഒരു മാപ്പിള സമീപിക്കുമ്പോഴത്തേക്കു എന്തോ ഒരു ആശയിൽ പെഞ്ഞായിരൊട്ടിക്ക് വേണ്ടി അവൾക്ക് ഭയങ്കര തലകുത്തുണ്ട് സതിക്കണക്കാവില്ലേ. അപ്പോൾ ഓണ് കേട്ട് നിൻ്റെ എന്തെങ്കിലും ഒരു ഡല്ല് കാണ്ടേ എന്തൊരു മനസ്സില്ലാത്തേക്ക് എനിക്ക് എന്തും ഇല്ല എല്ലാം നിൽക്കെന്ത് ചൊല്ലു ഉഷാറില്ലേ വയറു നൊമ്പലമ്മ തല നൊമ്പലമ്മ എല്ലാം പണി പണ്ട എന്തെങ്കിലും ഉണ്ടോ എന്തും ഇല്ല അവൾ തലകുത്തുണ്ടു. പക്ഷെ അവൾ ചൊല്ലുള്ള എന്തുക്ക് എൻ്റെ മാപ്പിള നിരാശാവണ്ട ബേജാറാവണ്ട ചൊല്ലുന്ന നിലക്ക് ഈ രൂപത്തിലുള്ള കളവിടെ ഇസ്ലാം ചൊന്നേ. അതല്ലാണ്ട് ബഹരെന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി കച്ചവടാക്കണോ ബാണിയാക്കണോടോ കളവ് ചൊന്നിട്ടുള്ള ബാണിയ പാടില്ല. ഒരു ഈമാനുള്ള ഒരു മോമിനായ മനുഷ്യന്റെ നാവില് കളവ് വരാല. നിന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങള് ഒരു മുസ്ലിം പിന്നൊരാളെ വഞ്ചന കൊകുതീറാ കക്കൊണുകുതീറാ അഥവാ പിന്നൊരാളെ മനസ്സുക നൊമ്പലാവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി വന്നു പോയിട്ട് കണ്ടെങ്കിൽ അത് റമളാനിൽ മാത്രം മാഫ് കേൾക്കൊണ്ടുള്ളതല്ല, ഉംറത്തുക പോകുമ്പോൾ മാത്രം മാഫ് കേൾക്കൊണ്ടുള്ളതല്ല, ഹജ്ജുക പോകുമ്പോൾ മാത്രം മാഫ് കേൾക്കൊണ്ടുള്ളതല്ല. അല്ലാഹുവിന് വേണ്ടിയിട്ട് നീനൊരു സ്വലാത്തിലെ മജ്ലിസിൽ വെച്ചിട്ട് ഒരു സുബ്ഹാനല്ലാഹ് കാലി ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ല തസ്ബീഹ് ചൊന്നതിരെ അല്ല തൃപ്തിപ്പെടുത്തുന്നുണ്ട് കണ്ടെങ്കിൽ അല്ല സ്വീകരിക്കണോ പൊരുത്തപ്പെടുന്നുണ്ട് കണ്ടെങ്കിൽ ഒരാളും ഒരു ഹത്ത് ബാക്കി വെച്ച് ആളാവുക തീരാ. ഒരാളെ മനസ്സുകൊരു നൊമ്പലാക്കി ആളാവുക തീരാ. സുബ്ഹാനല്ലാഹ് അതിൻ്റെ ഹജ്ജും ഉംറത്തുക മാത്രം സീമിതല്ലേ. ഒരാളൊട്ടിക മാഫ് കേൾക്കരുത്, ഒരാളൊട്ടിക പൊരുത്തപ്പെടിക്കരുത്. ഹജ്ജുക പോണ്ട സന്ദർഭത്തില് ഉംറത്തുക പോണ്ട സന്ദർഭത്തില് മാത്രം സീമിതമായോണ്ടുണ്ടു. മയ്യാവാല മുസ്ലിമ പരിശുദ്ധ റമളാന്റെ 29 നോമ്പ് പിടിച്ചിട്ട് പെരുന്നാൾ ആഘോഷിച്ചിട്ട് ശവ്വാല് 6 നോമ്പ് പിടിച്ച കനികത മുസ്ലിമീങ്ങള് പരസ്പര കുടുംബത്തിൽ പോലും പിണങ്ങിയാള് മാറില്ലേ. നിരക്കരല് മുണ്ടാട്ട വിട്ട് വർഷങ്ങളായ ആള് മാറില്ലേ. ചങ്ങായിമാരുടെ നിസാരമായ കാരണത്തിന് വേണ്ടി ആ ചങ്ങായിപാട് മുരിച്ച ആള് മാറില്ലേ. നിന്റെ റമളാൻ അല്ലാഹുവിന് വേണ്ട മുസ്ലിമേ, നിന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട പെണ്ണ്,
നിന്റെ ഫിത്ർ സക്കാത്ത് അല്ലാഹുവിന് വേണ്ട പെങ്ങള്. എത്ര കുടുംബത്തിലാണ് കലഹ നടന്നുകൊണ്ടുള്ളത്. സ്വന്തം മാമിരൊട്ടിക പകവെച്ച് ജീവന നടത്തര മറുമോളൂ, സ്വന്തം മറുമോലൊട്ടിക മുണ്ടാട്ട പൊട്ട് കാണുമ്പോ മുഖബലിയാക്കടെ മാമിമാർ, പരസ്പര മാമിയുടെ മറുമോളെ അടിപിടിയാക്ക പാട്ടെ മച്ചുഞ്ചിമാർ. ആ ഊത്തുളുക നെമ്മതിയില്ല പെണ്ണ്. ഏത് ജാഗല തർക്കമുണ്ടാ, ഭിന്നഭിപ്രായമുണ്ടാ, ഏത് ജാഗല പ്രശ്നങ്ങളുണ്ടാ, ഏത് ജാഗല ചർച്ചയാറായോണ്ടിക്കടാ, ഏത് ജാഗല പരസ്പര ഹൊന്താണിക്കയില്ലാണ്ടായോണ്ടിക്കടാ, ആ ജാഗല അല്ലാഹുവിന്റെ റഹ്മത്തില്ല. അതല്ല പരിശുദ്ധ റമളാന്റെ ലൈലത്തുൽ ഖദ്ർ പോലും ഏത് ജാബ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നില്ല. അവസാനത്തെ 10 രജാബിലു നിങ്ങൾ കാത്തു ദൈക്കോറുണ്ട് നബി തങ്ങൾ ചൊന്നോറു. പരിശുദ്ധ റമളാന്റെ ഒരേ ഒരു ജാബു, പരിശുദ്ധ റമളാനിലൊരു ജാബുണ്ട് പെണ്ണുങ്ങള്. ആ ജാബുളുമീത്ത ഇബാദത്ത് ചെയ്യാണ്ട് കണ്ടെങ്കില് 84 വർഷവും 83 വർഷവും 4 തിങ്കൾ ഇബാദത്ത് ചെയ്ഞ്ഞ കൂലി. അഥവാ 1000 തിങ്കൾ ബുടാണ്ട് ഇബാദത്ത് ചെയ്ഞ്ഞെങ്കിൽ, 1000 തിങ്കൾ ബുടാണ്ട് ഇബാദത്ത് ചെയ്ഞ്ഞെങ്കിൽ എന്തൊരു പ്രതിഫലമാ. അതിനെ കാണ യാര പ്രതിഫല കിട്ടിയ ഒരേ ഒരു ജാബ് റമളാനിലുണ്ടു. ആ ജാബുകാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ട് ചൊന്നത്. അത് ഏത് ജാബ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കൊന്തിന്തെ അത് ചൊല്ലുക വേണ്ടി സ്വഹാബത്തിന് മുന്നിൽ ഓടി പറമ്പത്തുകു. സ്വഹാബത്ത് ഏതോ ഒരു വിഷയത്തിൽ പരസ്പര തർക്കത്തിലാണ്, സ്വഹാബത്ത് പരസ്പര ഭിന്നഭിപ്രായത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ സ്വഹാബ ലൈലത്തുൽ ഖദ്ർ ഏത് ജാബ് കൊണ്ട് ചൊല്ലുക വേണ്ടി ഓടി വന്നതാണ്. ഏത് ജാബുകാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടെന്നാണ് ചൊല്ലുക വന്നത്. പക്ഷേ നിങ്ങളെ ഭിന്നഭിപ്രായ കാരണം കൊണ്ടോ, നിങ്ങളെ തർക്ക കാരണം കൊണ്ടോ, നിങ്ങളെ അഭിപ്രായ വ്യത്യാസത്തെ കാരണം കൊണ്ടോ അല്ലാഹു നിന്റെ മനസ്സിൽ നിന്നിട്ട് ആ റഹ്മത്തിനെ അല്ലാഹു ഉയർത്തിറ. അത് ഏത് ജാബുകു ചൊല്ല അറിവിടെ അല്ലാഹു ഉയർത്തി കളഞ്ഞിറ. അതുകൊണ്ട് നിന്റെ ഓർമ്മമീത്ത് ശരിയാണെങ്കിൽ റമളാന്റെ അവസാനത്തെ 10 ജാബുലു ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കോരു സ്വഹാബ. റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിന് അഭിപ്രായ വ്യത്യാസ കാരണം കൊണ്ടു ലൈലത്തുൽ ഖദ്ർ ഏത് ജാബ് കൊണ്ടു അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ നിന്ന് പോലും അല്ലാഹു ഉയർത്തിയിട്ടില്ലെങ്കിൽ ഈമാനുള്ള പെണ്ണുങ്ങള് നിസാരമായ വിഷയത്തില് ഒന്ന് ജാലത് പരസ്പര ഒട്ടികമേ അവയുന്നിട്ട് മക്കളെ വിഷയത്തിൽ കുടുംബ ബന്ധം മുറിഞ്ഞിട്ട് എത്രമാ വർഷമായിട്ടും പരസ്പര പലക വരില്ല, പരസ്പര സലാമു ചൊന്നെങ്കിലും മടക്കില്ല. നിങ്ങളെ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ട പെണ്ണുങ്ങള്, നിങ്ങളെ ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടാണ്ട് മാത്രമല്ലല്ലേ നിങ്ങ മീ താമീന്ന് ചൊല്ലുടെ സദസ്സിനെങ്കിൽ നിങ്ങ ഏതെങ്കിലും ഒരു വഅദിന്റെ മജ്ലിസിൽ പോയിട്ട്, നിങ്ങ ഏതെങ്കിലും ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ പോയിട്ട് എത്ര വലിയ ആലിമായ ഒരാളുമീത്ത് വഅദ് ചൊല്ലുടെങ്കിൽ പോലും, അഥവാ എത്ര വലിയ ഖാദിയാറ് മാറുമീത്ത് ദുആ ചെയ്യടെങ്കിൽ പോലും ആ ദുആക്ക് അങ്ങനത്തെ ആളുമാർ ആമീൻ ചൊന്നെങ്കിൽ ആ എത്ര വലിയ ആഫത്ത് വന്നോണ്ടുണ്ടു. മുസ്ലിമീങ്ങൾ എവിടെ അന്യായത്തുകൊളക അവിടെ മാത്രമല്ലാട്ട് ന്യായക്കെ കൊള്ളുക വേണ്ടി മുസ്ലിമീങ്ങൾ എവിടെയും ഹിംസയാക്കില്ല. മുസ്ലിമീങ്ങളെ മേൽ ഗോലിബാറായിട്ടിക്കൂ, മുസ്ലിമീങ്ങളെ മേൽ ലാഠി ചാർജ് ആയിട്ടിക്കൂ, മുസ്ലിമീങ്ങളെ ധാരാളം സഹോദരന്മാരെ അറസ്റ്റ് ആയിട്ടിക്കുവാറ്. പക്ഷേ അതൊന്നും ഇസ്ലാമുടെ പേരില്
അന്യായാക്കിയത് കൊണ്ടല്ല, അന്യായത്തും ദൗർജന്യത്തുകൊളകായത് കൊണ്ടാണ്. നന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങള് എത്ര വിഷയത്തിലുണ്ട്. മുസ്ലിമീങ്ങൾക്ക് അന്യായിട്ട് പോലും ഞങ്ങളെ ധാർമ്മിക ഭാവനക്ക് കുന്തുകുറത്തെ വന്നിട്ട് പോലും ഇനിയും ഞങ്ങൾ ന്യായത്തെ പ്രതീക്ഷയിലാണ്. ഇനിയും ഞങ്ങൾ സൗഹാർദ്ദത്തില് ഹിംസകിളിയാണ്ട്, അന്യായത്തിക്ക് പോവാണ്ട്, അനൈതിക മാർഗത്തിൽ കൂടി പോവാണ്ട് ഞങ്ങൾക്കുള്ള കോർട്ടു, ഞങ്ങൾക്കുള്ള ന്യായ വ്യവസ്ഥ, ഞങ്ങൾക്കുള്ള പ്രജാപ്രഭുത്വ ദേശത്തെ സംവിധാന വ്യവസ്ഥ, ഞങ്ങൾക്കുള്ള കാനൂണു, അതിനെ മുഖാന്തരമേ ഏത് ന്യായത്തിന് വേണ്ടി ഹോറാട കനിക്കത് വിശ്വാസമുണ്ടല്ലേ, ആ പ്രതീക്ഷ കൈവിടണ്ട മുസ്ലിം. അള്ളാഹുടെ പള്ളിനെ സംരക്ഷിക്കുന്ന ജവാബ്ദാരി ഓരോരുത്തരുകൊണ്ടു. അള്ളാഹുടെ പള്ളിനെ സംരക്ഷിക്കുന്ന ജവാബ്ദാരി ഓരോ മുസ്ലിമായ മനുഷ്യന് കൊണ്ടു. ഈ പരിസരത്തിലുള്ള പള്ളിയും ഈ ഭാഗത്തിലുള്ള വഖഫുടെ മണ്ണുണ്ടല്ലേ, എത്ര വലിയ പോരിശയുള്ളത്, എത്ര വലിയ പാവിത്രത ഉള്ളത്. പല കാലത്ത് ഞങ്ങളെ ഹിരിയാളുമാർ, പല കാലത്ത് ഞങ്ങളെ ഹിരിയാളുമാർ, ഞങ്ങളെ ബാപ്പയുടെ ബാപ്പ അഥവാ അങ്ങനെ കാണ മുന്നോളത്തെ ആളുമാർ, അഥവാ ഞങ്ങളെ അജ്ജയുടെ കാലത്തെ ആളുമാർ പള്ളിരെ ജാലെ പറത്തിഞ്ഞ് പോകുമ്പോ തൂകൂ, പള്ളിരെ ഗേട്ടിരെ പറത്തിഞ്ഞ് പോകുമ്പോ തൂകൂ, അങ്ങ ഇട്ട ചെറുപ്പിടെ പോലും ഉൾട്ട പിടിച്ചിട്ട് തട്ടിയിട്ട് പറത്തിട്ടിട്ട് നടന്നോണ്ടിന്നൂല. സുബ്ഹാനല്ല, കാരണം കേൾക്കുമ്പോ എന്തിനെ ചൊന്നോണ്ടിന്നൂല കൊന്തുണ്ട. അള്ളാഹുടെ വഖഫുടെ ഭൂമി, അള്ളാഹുടെ വഖഫുടെ മണ്ണ്, ആ വഖഫുടെ മണ്ണ് മീത്ത് നിന്റെ ചെറുപ്പുരടിലും എത്തിപ്പിടിച്ചിട്ട് നിന്റെ കാല് മീത്ത് പറത്ത് വന്നെങ്കിൽ ഈ വഖഫുടെ മണ്ണിടെ പറത്ത് കൊണ്ടുപോയത് കൊണ്ട് അള്ളാഹു നാല് മത്സരത്തിൽ നിന്റെ വിചാരണ ആക്കിയെങ്കില എന്തൊരു പേടിയങ്ങിന്ന്. വഖഫുടെ മണ്ണ് ഞങ്ങളെ കാലടിലും എത്തിപ്പിടിച്ചിട്ട് പറത്ത് വന്ന് പോയിരുവാച്ചൊന്ന് പേടിച്ചിട്ട് ചെരുപ്പിടെ തട്ടിയിട്ട് അങ്ങയിട്ട് നടന്നോണ്ടിന്നവല ഉണ്ട്. നങ്ങ പള്ളിയിലെ കക്കൂസൊക്കെ ചെരുപ്പ് വയ്ക്കും പേടിയാ, അവിടെ ഇതിലെ മൂക്ക് മുറിച്ച് വയ്ക്കില്ലേ. പള്ളിയിലെ കക്കൂസിലുള്ള പുതിയ പുതിയ കക്കൂസ് കെട്ടിയവിടെയുള്ള പള്ളിയിൽ ടോയ്ലറ്റ് വെച്ചവിടെ ഈ വാഷ്റൂം കിട്ടുകൊണ്ട് പോണ കൊണ്ടല്ലേ ഞങ്ങൾ സ്വന്തം ചെരുപ്പിട്ട് പോണ പോടില്ല. കുറേ ആൾമാർ കമ്മിറ്റിക്കാർ അങ്ങനത്തെ തീരുമാനം ആക്കണക്ക് തീര അങ്ങനെ ചെരുപ്പിട്ടുണ്ടേ ബാത്റൂമിൽ പോണു. അല്ല സ്ഥലം മണ്ണവിಡು ചേരവിಡು കൽകു പാട്ടോರು, ആ കൽകൊണക്ക് ഒരാൾ വയ്ക്കോರು. ഈ ചെരുപ്പ് എല്ലാവർക്കും ഒരേ ചെരുപ്പ്. ഈ ചെരുപ്പിടെ കാരണത്തിൽ രോഗമുണ്ട് ഗൊന്തുണ്ട. പരസ്പര ചെരുപ്പ് ഒരേ ചെരുപ്പ് ಬೇರೆ ಬೇರೆ ആളിട്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിന്ന് സംബന്ധമായ ചർമ്മരോഗ കാലുക ಬಂಡೆ ಕನಿಕೈತೆ ರೋಗ ಸ್ಪ್ರೆಡ್ അവിടെ ಕನಿಕೈತೆ ರೋಗ ಇಕ್ಕಡ ಗೊಂತುಂಡ. ഞങ്ങൾ ഈ അവകാശ ആക്കി കൊടുക്കണ. ആരോഗ്യത്തിന് എത്ര വില വെച്ച് മഹത്വം കൊടുത്ത ധർമ്മ ഇസ്ലാം. അമേരിക്കത്തെ ഭ്രൂണശാസ്ത്ര തജ്ഞന്മാരുണ്ടല്ലേ, അമേരിക്കത്തെ എംബ്രോളജിസ്റ്റുങ്ങ ഭ്രൂണശാസ്ത്രജ്ഞന്മാർ അങ്ങ ഒരു ഈ ആധുനിക കാലത്തിൽ പുതിയ ഒരു സാധന ആക്കിയാറ്. എന്തിനാ സാധന ഗൊന്തുണ്ട? ഈ മരൽ തേക്കിയ സിസ്റ്റം ഉണ്ടല്ലേ, മാപ്പിള മരിച്ച പെണ്ണ് അഥവാ തലാക്ക് ചൊന്ന പെണ്ണ് അവൾ മരൽ തേക്കാണ്ട് പിന്നൊരു മങ്ങിലാവണക്ക് തീര. ഇസ്ലാമിയുടെ അങ്ങനത്തെ ഒരു സമ്പ്രദായമുണ്ട്. ഈ മരൽ തേക്കിര എന്തൊക്കെ ചൊന്നിട്ടൊരു അധ്യയനം നടത്തിയാറ്. അധ്യയനം നടത്തിയിട്ട് അങ്ങ് എന്തിനാ ചൊന്ന കൊന്തുണ്ട? മുസ്ലിം പെണ്ണുങ്ങൾ എത്ര ക്ലീനായ പെണ്ണുങ്ങൾ അർത്ഥത്തിൽ ഭൂമിയിൽ വേറെ ആരും ഇല്ല. മുസ്ലിം പെണ്ണുങ്ങൾ എത്ര ക്ലീന് വേറെ ആരും ഇല്ല. നന്റെ അഭിപ്രായമല്ല, അമേരിക്കത്തെ വൈദ്യകീയ ശാസ്ത്രജ്ഞന്മാർ ചൊല്ലേ യൂറോപ്പിടെ പെണ്ണുങ്ങളെ പിടിച്ചിട്ടാണ് അങ്ങ് ഈ അധ്യയനം നടത്തിയത്. എന്തൊരു അധ്യയന നോക്കൂ. ഒരു പെണ്ണ്, ആ പെണ്ണുക നിക്കാഹായിട്ട് മങ്ങിലായിട്ട് ഒരു മാപ്പിളരൊട്ടിക്കുള്ള സംസർഗ ബന്ധത്തിലായി ജീവനം നടത്തുമ്പോൾ തുകൂ പരസ്പര എല്ലാ മനുഷ്യന്മാരെ തടിയിലും ഉള്ള പ്രോട്ടീൻ ഒരേ കണിക്കെത്തിയതല്ല. ഞങ്ങളെ ഈ പ്രോട്ടീൻ ഉണ്ടല്ലേ, ഞങ്ങളെ ഈ വീര്യത്തെ മുഖാന്തരതവ ലൈംഗിക ബന്ധത്തിൽ ഞങ്ങളെ പെണ്ണിടെ ശരീരത്തിൽ അത് കടന്നു പോയെങ്കിൽ അങ്ങനെ ശരീരത്തിൽ അത് നിലനിൽക്കലോടുകൂടെ വ്യത്യസ്തമായ പ്രോട്ടീൻ പിന്നൊരു പുരുഷൻ്റെ മുഖാന്തരമുള്ള തടിക്ക് കടന്നു പോയെങ്കിൽ ഈ കമ്പ്യൂട്ടർക്ക് വൈറസ് അറ്റാക്ക് ആയതുപോലെ വ്യത്യസ്തമായ ഞങ്ങളെ ഓരോ ആളുമാരെ ഫിംഗർ പ്രിൻ്റ് നോക്കൊരു ಬೇರೆ ഫിംഗർ എരണ്ട പെത്തെങ്കിൽ പോലും ആ എരണ്ട മക്കളെ ഫിംഗർ പ്രിൻ്റ് ഒരുപോലെ അല്ല, ಬೇರೆ. അതേപോലെ ഞങ്ങളുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ വ്യത്യസ്തമായ പ്രോട്ടീൻ ഒരു പെണ്ണിയുടെ ഗർഭപാത്രത്തേക്ക് ഏകകാലത്തിൽ പോയെങ്കിൽ ഈ ബന്ധത്തിൽ കൂടി ഒന്നര കാണ യാറ പുരുഷന്മാരുടെ സമ്പർക്കം വെച്ചെങ്കിൽ അങ്ങനത്തെ പെണ്ണുക്ക് എയ്ഡ്സ് HIV വരണക്ക് സാധ്യതയ്ക്കട്. മാരകമായ രോഗത്തനുക്കൾ അവളുടെ ശരീരത്തിൽ ഉണ്ടാവണക്ക് സാധ്യതയ്ക്കട്. പരിശുദ്ധ ഇസ്ലാം അതൊക്കെ സ്പഷ്ടമായ മുൻജാഗ്രതാ ക്രമത്തെ വെച്ചിട്ട് നിന്റെ മാപ്പിള മറിച്ചെങ്കിൽ ത്വലാക്ക് ചൊന്നെങ്കിൽ നിന്റെ മാപ്പിളെ ത്വലാക്ക് ചൊന്നക്കനിക്കത്തെ ഒരു പെണ്ണിടെ മാപ്പിളെ
ആ മാപ്പിളരൊട്ടിಗೆ ഒരു സംസർഗ ബന്ധത്തിൽ ഏർപ്പെട്ട് ഇന്നെങ്കിലും ഇന്നില്ലെങ്കിൽ അവൾ മരം തേക്കോട്ടെ ഇക്കട്ടെ. അപ്പം ഈ മരം 4 തിങ്കൾ 14 മാപ്പിള മറിച്ചെങ്കിൽ അവൾ പ്രഗ്നൻ്റ് ആയെങ്കിൽ പെരുത് വരേക്കും. ഇതിനെ സംബന്ധിച്ച് അധ്യയനം നടത്തിയ അമേരിക്കത്തെ ഭ്രൂണശാസ്ത്രജ്ഞന്മാർ ചൊന്നതിനെ കൊന്നുണ്ട്. ഒരാളുടെ ശരീരത്തിലുള്ള കനിക്കത്തെ ഈ പ്രോട്ടീൻ ഇംപ്രിൻറ്റ് വാട്ടർ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ കടന്നുപോയാൽ പിന്നെ ആ പെണ്ണിടെ മാപ്പിള മരിച്ചമാ വിവാഹ വിച്ഛേദനമായെങ്കിൽ അവൾക്ക് ഒരു 3 വട്ട അല്ലെങ്കിൽ ചിലപ്പോൾ 4 വട്ട മെൻസസ് ആവിടത് വരേക്കും അവൾ ബേരമങ്ങിലാവണു പാടില്ല ചൊല്ലുടെ നിയമ ഇസ്ലാമിലുണ്ട്. ഈ മരൽ തേക്കിടത് കൊണ്ട് എന്തൊരു ബെനിഫിറ്റ് ഉണ്ട്, പ്രയോജനമുണ്ട് അധ്യയനം നടത്തിയാർ. എന്നിട്ടങ്ങ് ചൊന്നാറ് ഒരു പെണ്ണുക മാപ്പിളയുടെ ബന്ധത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞതിൽ പിന്നെ മാപ്പിള മരിച്ചൽ പിന്നെ അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയതിൽ പിന്നെ അവൾ 1ാമത് മെൻസസ് ആകുമ്പോഴത്തേക്കും അവളുടെ ശരീരത്തിൽ നിന്ന് 32% വരേക്കും അഥവാ 35% വരേക്കും അവളുടെ ശരീരത്തിൽ അവൻ്റെ തടിയിൽ നിന്ന് കടന്നു വന്ന പ്രോട്ടീൻ അവളുടെ ഈ മെൻസസിൻ്റെ ടൈമിൽ പുറത്തു പോണ്ടു. 2ാമത്തെ മെൻസസിൻ്റെ ടൈമിലും 67% പിടിച്ചിട്ട് 72% വരേക്കും പുറത്തു പോണ്ടു. 3ാമത്തെ മെൻസസിൻ്റെ സമയത്തിൽ 99% അവളുടെ ശരീരത്തിൽ എന്ത് പ്രോട്ടീൻ അവൻ്റെ തടിയിൽ നിന്ന് കടന്നു വന്നതുകൊണ്ട് അത് എല്ലാം പുറത്തു പോയിട്ട് അവൾ ക്ലീനായാള്. പിന്നെ പെണ്ണുക വേറെ മങ്ങിലായെങ്കിൽ ആ പുരുഷൻ്റെ പ്രോട്ടീൻ അവളെ തടിക്ക് കടന്നു വന്നെങ്കിൽ എയ്ഡ്സ് പോലത്തെ HIV പോലത്തെ രോഗപരണ സാധ്യതയില്ലേ ഇല്ല. ഈ സിസ്റ്റം ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൻ്റെ ഓരോ സിസ്റ്റമുടെയും അധ്യയനം നടത്തിയ ആൾമാർ ചൊല്ലെ പെർഫെക്റ്റായ നിയമം ഇത്, റൂൾ ഇത്. എൻ്റെ ഇങ്ങനത്തെ ഒരു നിയമ അമേരിക്കത്തെ ശാസ്ത്രജ്ഞന്മാർ ഈ അടുത്ത കാലത്തിൽ ഇത് കണ്ടുപിടിച്ചെങ്കിലും 1400 വർഷத்துக்கு മുന്നിൽ അല്ലാഹ് ഖുർആനക്ക് എതിരായിട്ട് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് ഖുർആന്റെ സംശയിക്കണമെങ്കില്ല. ഖുർആൻ വിശ്വാസമുള്ള ഈമാനുള്ള മുഅ്മിൻ ഖുർആനിൽ എന്തൊരു നിയമം ചൊല്ല അത് പാലിക്കണം. അത് മരൽ ദീക്കിൻ്റെ വിഷയമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും പിന്നെ ചൊന്നുകൊണ്ട് വന്നേ. വഖഫുടെ മണ്ണുണ്ടല്ലോ, വഖഫുടെ ഭൂമി പല കാലത്തിൽ ഇന്ന് ആൾമാർ ഇതിൻ്റെ സംരക്ഷണയുടെ ജവാബ്ദാരി ഏറ്റെടുത്ത ആൾമാർ, അള്ളാഹുടെ പേടിച്ച ആൾമാർ. ഇമാം നവവി റളിയല്ലാഹു അൻഹു, ലോകപ്രസിദ്ധനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവവി 46ാമത്തെ വയസ്സിൽ വഫാത്തായ മഹാനാണ്. ഇണ്ടത്തെ സിരിയ ഉണ്ടല്ലേ, ആ സിരിയത്തെ നവാച്ചുള്ള ഗ്രാമത്തിൽ ജനിച്ച മഹാനാൻ ഇമാം നവവി തങ്ങൾ. ഹിജ്റ 631 ജനിച്ചിട്ട്, അഥവാ ഹിജ്റ 630 ജനിച്ചിട്ട് 676 വഫാത്താകുമ്പോഴത്തേക്കു 45-46ാമത്തെ കാലി വയസ്സിൽ വഫാത്താകുമ്പോഴത്തേക്കു ഇമാം നവവി റളിയല്ലാഹു അൻഹു മങ്ങിലായിട്ടേ ഇല്ല. എൻ്റെ മങ്ങിലാവാത്ത കാരണം കൊണ്ടുണ്ട്.
മങ്ങിലാപാട്ടിക്കൊണുകൊല്ലേ കാരണം മങ്ങിലാപ ടൈമേ കിട്ടിയിട്ടില്ല. അത്രക്കും ഇസ്ലാമിയുടെ ഗ്രന്ഥങ്ങൾ രചനയാക്കിയ മഹാണ്. കിതാബ് ഇങ്ങനെ രചനാക്കുമ്പോ തുകു പാതിര ജാപുക എണ്ണ തീന്നിട്ട് അണ്ടത്തെ കാലത്തിൽ നെച്ചിമിനി കനിക്കത്തെ